പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൊന്നു തിരുനാമം നല്ല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ ദൈവത്തിന്റെ ദാസന്മാർ, നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹിത കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, മീഡിയയിൽ കൂടി വിവിധ രാജ്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ മിത്രങ്ങൾ, എല്ലാ മക്കൾക്കും ഒരു പകലിൽ കൂടി ലൗകിക രക്ഷകനും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഇത്തരുണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഒരു പകലിൽ കൂടി മാറ്റമില്ലാത്ത തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ നടുവിൽ വചനവുമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തരുണത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹിത കുഞ്ഞുങ്ങൾ, ലവാർമി ക്രൂസൈഡിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണ പരമ്പരകളിൽ മൂന്നാമത്തെ ഭാഗമായി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി വരുംകാല പ്രവചനങ്ങൾ അഥവാ തിരുവചനത്തിൽ മശിഹായുടെ വരവിനോടനുബന്ധിച്ച് 6 കാര്യങ്ങൾ പ്രവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട 6 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ഈ വേളയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുമെന്ന് 54 പ്രവചനങ്ങളും യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ക്രൂശീകരണം എന്നത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരുമിച്ച് നാം ചിന്തിരിക്കുകയായിരിക്കും. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുൻപ് ഒരു ദിനം കൂടി കർത്താവിനെ നമുക്ക് സ്തുതിപ്പാൻ മഹത്വവാനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. വിശ്വാസത്തോടെ ഇന്ന് പകൽ നമ്മൾക്കറിയാം, ദൂതസഞ്ചയവുമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ആഗതനായിട്ടുണ്ട്. ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ആലയത്തിനകത്ത് മൂടുന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ വചന തിരുവചനങ്ങളിലേക്ക് ഈ വേളയിൽ നമുക്ക് സഞ്ചരിക്കാം. വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കി തുടങ്ങുകയും ബൈബിളും പ്രവചനങ്ങളും എന്നുള്ളൊരു ഭാഗം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അന്ത്യകാലത്ത് നടക്കുന്ന സംഭവത്തിന്റെ ഒരു ഭാഗം ഈ തരുണത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കായിരിക്കും. എല്ലാ മക്കളും ദൈവം നിയോഗിച്ച പ്രകാരം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു സഭയ്ക്കോ ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒന്നുമല്ല വരുവാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി, ആത്മാവിന്റെ നിത്യവാസത്തെ പറ്റിയും അധർമ്മമൂർത്തിയായ സാത്താൻ ആത്മാക്കളെ വഞ്ചിച്ച് നരകത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ തിരുവചനത്തിൽ കൂടി രേഖപ്പെടുത്തിയ പ്രവചനങ്ങളുടെ കാലിക പ്രസക്തി എന്ന ഭാഗത്തെപ്പറ്റി 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ശ്ലീഹന്മാർ ചൊല്ലിയ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസവും വചനയോഗ്യവുമായ പ്രവചനങ്ങളെ ഈ പകൽക്കാലം ചിന്തിപ്പാൻ ദൈവം ഇടയാകട്ടെ. അങ്ങയുടെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ അത്യയാകുന്ന എതിർക്രിസ്തുവും അത്യയാകുന്ന ഇസ്രയേലും വാതിൽക്കൽ നിൽക്കുന്ന എതിർക്രിസ്തുവും പിന്നത്തതിൽ ആകാശമണ്ഡലത്തിലെ ലക്ഷണങ്ങളും ഒക്കെ കാണുന്നതിനോടൊപ്പം തിരുവചനത്തിലെ വിശ്വാസയോഗ്യമായ പ്രവചനങ്ങളെ പറ്റി നാം ഒരുമിച്ച് ചിന്തിക്കുന്നതായിരിക്കും. ആധാരമായി ഇന്ന് ഏത് മനുഷ്യരോട് ചോദിച്ചാലും അവർക്ക് ഏറ്റവും വേഗത്തിൽ ചിന്തിക്കുവാൻ താല്പര്യമുള്ള ഒരു ഭാഗമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പകലിൽ ചിന്തിക്കുന്നത്. തുടക്കത്തിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വാക്യം വായിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 6-7 വാക്യങ്ങൾ. വെളിപ്പാട് 22-6-7 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22 വേർഡ് 6 and 7 വായിച്ചേട്ട മക്കളെ. പിന്നെ അവൻ യോഹന്നാനോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്, പ്രവാചകന്മാരിൽ കൂടി പകർന്നു കൊടുത്ത ആത്മാക്കളുടെ ദൈവമായ കർത്താവ്. അടുത്തത്, വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ, വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ വചനത്തിന്റെ ദൂതുകൾ, പ്രവചനത്തിന്റെ ദൂതുകൾ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയാം. ഉയർത്തു വന്നെഴുന്നേറ്റ ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. മഹാദൈവ നിയമത്തിന്റെ പെട്ടകവുമായി തന്റെ ദൂതസഞ്ചയവുമായി
ഈ പകലിൽ നമ്മളെ അനുഗ്രഹിപ്പാൻ തന്റെ ദൂതന്മാരുമായി കടന്നു വന്നിരിക്കുന്ന എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം മീഡിയയിൽ ഇറങ്ങട്ടെ. ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിന്റെ കരുത്തിന്റെ വല്ലഭത്വം ഇറങ്ങട്ടെ. എല്ലാ പോരുകളും മാറുന്ന, എല്ലാ പ്രതികൂലങ്ങളും മാറുന്ന, എല്ലാ പ്രതിസന്ധികളും മാറുന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു ദിനം കൂടി ദൈവത്തിന്റെ തിരുവചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സഭയുടെ നടുവിൽ നിൽപ്പാൻ മഹാദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളെ കണ്ട അനേക പേർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുമ്പോൾ തിരുവചനം എടുക്കുന്ന ഞങ്ങളോട് അങ്ങ് കാണിച്ച ദയക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം പറയുവാൻ, അങ്ങയുടെ മേഘപ്രത്യക്ഷതയെ പറ്റി ഒരു ദിനം കൂടി ചിന്തിപ്പാൻ, അങ്ങയുടെ വരവ് താമസമന്യേ മധ്യാകാശത്തിൽ നടക്കുമെന്ന് ഉറപ്പോടെ ചിന്തിപ്പാൻ മഹത്വവാനായ ദൈവം ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദയയ്ക്കാ സ്തോത്രം. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ ശബ്ദ സീമയ്ക്കുള്ളിലും മീഡിയയ്ക്കുള്ളിലും ഭവനങ്ങളിലുള്ള ഈ കോവിഡിന്റെ പാൻഡമിക് സിറ്റുവേഷനിൽ ഇത് കാണുന്ന ഓരോ കുഞ്ഞുങ്ങളും ഇന്ന് രാത്രിയും പകലും അനുഗ്രഹിക്കപ്പെടട്ടെ. വേദനയുള്ള ഉള്ളങ്ങളെ കർത്താവ് ഇന്ന് പകൽ തൊടട്ടെ. ദുഃഖത്തിലുള്ള കുടുംബങ്ങളെ കർത്താവ് ഇന്ന് പകൽ തൊടട്ടെ. ഭാരമേറിയ വിഷയങ്ങളുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് പകൽ കർത്താവ് തൊടുന്ന രാത്രിയും പകലുമായി മാറട്ടെ. എല്ലാ കണ്ണുകളും അടഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മഹത്വവാനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഇറങ്ങി വരുന്ന പകലായി മാറട്ടെ. യോഹന്നാൻ അപ്പോസ്തലന് വേണ്ടി പത്മോസിൽ ഇറങ്ങിയ കരം, ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ ഇറങ്ങിയ കരം, രൂത്തിന്റെ കണ്ണുനീരിൽ പ്രവർത്തിച്ച ഒരു കരമുണ്ട്. ആഗാറിന്റെ പൈതലിന്റെ കണ്ണുനീരിന് നടുവിൽ ബേർശബ മരുഭൂമിയുടെ ഉള്ളങ്ങളിൽ നിന്ന് 400 മീറ്റർ താഴെ കിടന്ന വെള്ളത്തെ ഉയർത്തി പൈതലിന്റെ ആത്മദാഹം തീർത്ത മഹത്വവാനായ ദൈവം ഈ സന്ദേശ പരമ്പരകളിൽ കൂടി അന്ത്യകാലത്തിന്റെ ഒരു ദൂത് പറയുവാൻ, നിത്യതയിലേക്ക് കടക്കുവാനുള്ള വഴികൾ തുറക്കണം. ആദിയോടന്ത തിരുസാന്നിധ്യത്തിൽ എല്ലാ മക്കളെയും മറയ്ക്കണം. ശബ്ദം വെളിച്ചമെല്ലാം ദൈവം കാക്കണം. ഒരു പകലിൽ കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ തുറക്കണം. അടിയൻ ഒന്നുമല്ല പച്ച, തിരുമേനിയുടെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ആദിയോടന്ത ഞങ്ങളെ അനുഗ്രഹിക്കും. വിടുതലോടെ പകലിൽ മടക്കിയേക്ക് എല്ലാ നല്ല ദാനങ്ങൾക്കുമായി തിരുമേനിയെ വാഴ്ത്തുന്നു. മഹത്വം അപ്പച്ചന് കരയറ്റുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വിശുദ്ധ തിരുവചനത്തിലെ പ്രവചനങ്ങളെ പറ്റി യേശു ക്രിസ്തുവും തിരുസഭയും എന്ന ഭാഗം പഴയ നിയമ പുതിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരുമിച്ച് ദൈവസന്ധിയിൽ ചിന്തിപ്പാൻ മഹത്വവാനായ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. വിശ്വാസയോഗ്യവും സത്യവുമായ സത്യവേദ പുസ്തകത്തിന്റെ ഏടുകൾ വെളിപ്പാട് 22, 5, 6, 7 വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ അവസാന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, ഇതാ ഞാൻ വേഗം വരുന്നു, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രതിഫലത്തിന്റെ കാര്യമെല്ലാം പറയുന്നു. വിശുദ്ധ ബൈബിൾ ഏകദേശം 8,000-ഓളം പ്രോമിസുകൾ ഉള്ളതാ വിശുദ്ധ ബൈബിൾ. 1000-ൽ പരം പ്രവചനങ്ങൾ 31,173 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 10 യുഗങ്ങളെ പറ്റി പഠിക്കുമ്പോൾ മോശയ്ക്ക് സീനായുടെ മടിത്തട്ടിൽ വെച്ച് സ്വർഗത്തിലെ ദൈവം 10 കൽപ്പനകൾ 2 കൽപ്പനകളിലായി കൊടുക്കുകയും ഏകദേശം 1500 വർഷം, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 4000 വർഷം, 1500 വർഷത്തിൽ കൃപായുഗത്തിനോടനുബന്ധിച്ച് ന്യായപ്രമാണ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാ 17-ൽ പരം പ്രവാചകന്മാരിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമ പ്രവചനങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവചനം തുടങ്ങി മലാക്കി പ്രവചനം വരെ പഴയ നിയമ പ്രവചനങ്ങൾ. ഇതിനകത്ത് 16 പ്രവചനങ്ങൾ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇരമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ ബാബേൽ പ്രവാസത്തിനകത്ത് ഇസ്രായേൽ മക്കളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ അവിടെ ബാബേലിൽ അടിമകളായി കിടക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുതുന്ന പ്രവചനത്തിന്റെ ദൂതുകൾ, വിലാപങ്ങളുടെ പുസ്തകം, തങ്ങളിൽ കാണാത്ത ഏകദേശം 40-ൽ പരം എഴുത്തുകാർ, 39 യഹൂദന്മാരിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ലൂക്കോസ് വൈദ്യനുമടക്കം ആട്ടിടയരും രാജാക്കന്മാരും മുക്കുവന്മാരും അരമനകളിൽ പാർക്കുന്നവരുമെല്ലാം വ്യത്യസ്ത കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ രേഖപ്പെടുത്തിയത് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. അതിന്റെ 30-ൽ പരം ഭാഗങ്ങൾ, ഒരു 100 വാക്യം എടുത്താൽ 30-ൽ പരം ഭാഗങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവചനങ്ങളാണ്. ഏകദേശം 2500 കാലഘട്ടം, ആദം മുതൽ മോശ വരെ നിൽക്കുമ്പോൾ 2500 കാലഘട്ടം മുതൽ 1500 വർഷം, 1600 വർഷം രേഖപ്പെടുത്തിയിരിക്കുന്ന
അനുഗ്രഹിക്കപ്പെട്ട ഭാഗങ്ങൾ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുമ്പോൾ പ്രവചനങ്ങളുടെ പ്രസക്തി എന്ന ഭാഗത്തിലേക്ക് നാം കടക്കേണ്ടത് ആവശ്യമാണ്. BC 700 തുടങ്ങി BC 400 അവസാനിപ്പിക്കുന്ന 16 എഴുത്തുകാർ എഴുതുന്ന പഴയ നിയമത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തികള് കാലിക പ്രസക്തിയുള്ള മേജർ പ്രവചനങ്ങൾ യെശയ്യാ പ്രവചനം, യിരെമ്യാ പ്രവചനം, ദാനിയേൽ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം, സെക്കര്യാ പ്രവചനം മുതലായവയെല്ലാം കാലിക പ്രസക്തിയുള്ള പ്രവചനങ്ങളാ. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും പ്രവചനങ്ങൾ എഴുതിയെങ്കിൽ പോലും 17 പ്രവചനങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു പ്രവചനം 18 പ്രവചനം. അപ്പോൾ തന്നെ മശിഹായെ ദർശിച്ചിട്ടില്ലാത്ത ദാവീദ്, നിങ്ങൾക്കറിയാം, 30-ാമത്തെ വയസ്സിൽ ആട്ടിടയെ കൂടിൽ വളർന്ന് ഇശ്യായുടെ കുറ്റിയിൽ ജനിച്ച് കാട്ടിനകത്ത് കരമടിച്ചു കൊണ്ടിരുന്ന ഒരു ദാവീദിനെ ശൗലിന്റെ രാജ്യത്ത് നീങ്ങിയപ്പോൾ 30-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന്റെ രാജാവാക്കി. ഏകദേശം 40 വർഷം ജെറുസലേം അടക്കം അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നു ദാവീദിന്റെ സിംഹാസനം. ആ കാലഘട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട ഭർത്താവിനെ പറ്റി സങ്കീർത്തനം 22 അവന്റെ ക്രൂശീകരണത്തെ പറ്റി അക്കമിട്ട് ദാവീദ് എന്ന് എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ പ്രവചനങ്ങൾ യേശുവിനെ പറ്റി ദാവീദും എഴുതിയിട്ടുണ്ട്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പട്ടാപ്പകൽ പച്ച വെളിച്ചത്തിനകത്ത് ഉയരത്തിൽ നിന്ന് വിട്ടുന്ന സൂര്യന്റെ പ്രകാശത്തെ വെല്ലുകൊണ്ട് കുതിരയ്ക്കകത്തേക്ക് പോയ ശൗൽ എന്ന പൗലോസ് താഴെ വീണുമ്പോൾ 14 അധ്യായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ലേഖനത്തിന്റെ പരമ്പരയ്ക്കകത്തും പ്രവചനങ്ങളെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധർമ്മമൂർത്തി വെളിപ്പെടുകയോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്ക് വരുവാനിരിക്കുന്ന നിത്യതയെ പറ്റിയുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർന്നില്ല. മുക്കുവ കുടിലിൽ ജനിച്ചു വളർന്ന് പടകം കരയും വിട്ട് കർത്താവിന്റെ കൂടെ അനുഗമിച്ചു കഴിഞ്ഞ പത്രോസ് ലീഹ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന ആറ്റം വാറിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പത്രോസിനകത്ത് ആകാശം കൊടുമിടുക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകുമെന്ന് പ്രവാചകന്മാർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും പ്രവചനങ്ങളിനകത്ത് ആദമിന്റെ കാലഘട്ടം മുതൽ മശിഹായുടെ കാലഘട്ടം വരെ 4000 വർഷങ്ങളുടെ അകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഏടുകൾ മോശയുടെ കയ്യിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരായ ഹാബേലുണ്ട്, നോഹയുണ്ട്, ഹാനോക്കുണ്ട്, മോശയുണ്ട്. ഇതെല്ലാം ന്യായപ്രമാണത്തിന്റെ ഏടുകൾ കാണിക്കുമ്പോൾ 1500 വർഷത്തിന്റെ നിറവിൽ 8000 വാഗ്ദത്തങ്ങളും 1000 പ്രൊഫസിയായിട്ട് ബൈബിൾ നിൽക്കുമ്പോൾ പ്രവചനത്തിന് 3 തലങ്ങളുണ്ട്. 1 ഇപ്പോഴുള്ള പ്രവചനം, 2 മുൻകാല പ്രവചനം, 3 വരാൻ പോകുന്ന പ്രവചനം. പ്രവചനത്തിന് 3 ദിശകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഈ 3 ദിശകളുടെ പ്രത്യേകത? പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 ദിശകൾ: ഇപ്പോൾ കാണുന്ന പ്രവചനങ്ങൾ, മുൻകാലത്തിൽ ഉണ്ടായിരുന്ന പ്രവചനങ്ങൾ, വരാൻ പോകുന്ന പ്രവചനങ്ങൾ. പ്രവചനങ്ങൾക്കെന്ന് മുൻഗണന കൊടുത്തിരുന്നത് 3 മതങ്ങളാ. അതിലൊന്ന് ഇസ്ലാം മതം. അവർ പറയുന്ന ആദം മുതൽ മുഹമ്മദ് നബി വരെ 7000 നബിമാർ ഉണ്ടായിരുന്നു പ്രവചനങ്ങൾ എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ തൽമൂദ് എന്ന് പറയുന്ന യഹൂദന്റെ ഗ്രന്ഥത്തിൽ പ്രവചനങ്ങൾ പറയുന്നുണ്ട്. ബൈബിളിനകത്ത് കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകളായ 1000 പ്രവചനങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പ്രവചനത്തെ നമ്മൾ എടുത്ത് ചിന്തിക്കുവാൻ പറ്റും? BC 700 യെശയ്യാവും, BC 600 യിരെമ്യാവും, BC 400 മലാക്കിയും, BC 500 സെക്കരിയാവും. ഇവരെല്ലാം പ്രവചനത്തിന്റെ സൂക്തങ്ങളെ, ലോകാന്ത്യ സംഭവങ്ങൾ. അപ്പോൾ തന്നെ ബൈബിളിൽ പ്രവചനം എഴുതാത്ത ചില പ്രവാചകന്മാരുമുണ്ട്. അതിൽ നാഥാൻ, ദാവീദിന്റെ മാനസാന്തരത്തിന് വേണ്ടി കടന്നു വന്ന നാഥാൻ ഒരു പ്രവാചകനായിട്ട് പ്രവചനത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഗിലെയാദിൽ നിന്ന് തീശ്വനായ ഏലിയാവ്. പക്ഷെ ഏലിയാവ് പ്രവാചകനാണെങ്കിൽ പോലും പുസ്തകത്തിനകത്ത് ഒരു പ്രവചനം രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനപ്പുറത്ത് ഏലീശ എന്ന് പറയുന്ന ശക്തനായ ഒരു പ്രവാചകൻ, അതിനകത്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടില്ല. അങ്ങനെയെങ്കിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി ആഗോള വ്യാപകമായി ഇന്ന് നടക്കുന്ന സംഭവങ്ങളിനകത്ത് പ്രവചനങ്ങൾക്ക് വളരെ ആദിയോടന്ത പ്രവചനങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. ഏകദേശം വിശുദ്ധ വെളിപ്പാട് പുസ്തകം നിങ്ങൾക്കറിയാം. ഇതിനകത്ത് 12 വിഷയങ്ങളെ പറ്റി സ്വർഗം പ്രതിപാദിക്കുന്നു. പത്മോസിലെ 50 ദർശനങ്ങളെ ഇതിനകത്ത് വരച്ചു കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ AD 68 ഈ പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാരിൽ അവസാന കണ്ണിയായിരുന്ന ധന്യനായ പൗലോസ് ലീഹായെ റോമിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി ഓസ്ട്രേലിയ ചന്തയിൽ പച്ചയ്ക്ക് അവനെ കാലപുരിക്ക് അയക്കുമ്പോൾ ആ കാലഘട്ടം തുടങ്ങി 68 തുടങ്ങി 96 കാലഘട്ടം വരെ പ്രവചനത്തിന്റെ ഏടുകളെ ദൂതില്ലാതിരിക്കുമ്പോൾ AD 90-96 കാലഘട്ടത്തിന്റെ നടുവിൽ ക്രൂരനായ ഡൊമീഷ്യന്റെ ചക്രവർത്തി ധന്യനായ അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തുമ്പോൾ സ്വർഗം അവന് വേണ്ടി തുറക്കുമ്പോൾ മേലാൽ സംഭവിപ്പാനുള്ള പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് നമ്മുടെ കണ്ണില് മുന്നിലുള്ളത്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിപ്പാനുള്ളതും. അങ്ങനെയെങ്കിൽ ഇന്നെല്ലാവരും
എല്ലാവരുടെയും താല്പര്യം ലോകാവസാനം എപ്പോൾ. സ്തോത്രം. എന്താ കാര്യം? ഞായറാഴ്ചയാകുമ്പോൾ അല്ലെങ്കിൽ തിങ്കളാഴ്ചയാകുമ്പോൾ ഹല്ലേലൂയ ചൊവ്വാഴ്ചയാകുമ്പോൾ ബൈബിൾ പഠനത്തിൽ നിൽക്കുന്നവർക്കെല്ലാം ഒരു താല്പര്യം കർത്താവ് എപ്പോൾ മടങ്ങി വരും, അഥവാ മരിച്ചവർ എപ്പോൾ ഉയർത്തെഴുന്നേൽക്കുക. അതിനെപ്പറ്റി ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന്റെ വിലയോടുള്ള ബന്ധത്തിൽ ഏകദേശം 54 കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിൽ എന്തൊക്കെ പ്രവചനങ്ങൾ നടന്നു, യേശുക്രിസ്തു തിരുസഭയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും നാം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് വായിച്ചത്, തിരുവഴുത്തിലെ പ്രവചനങ്ങളെല്ലാം കൂട്ടിവരുത്തിയത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അത് നിവർത്തിച്ച് കാണുന്നത് വരെ നാം ഭൂമിയിൽ തന്നെ ഉണ്ടാകുക. വായിച്ചത് 22-ാമത്തെ അധ്യായം ക്രിസ്തുവും സഭയും എന്നുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഈജിയൻ കടലിനകത്ത് കൊത്തിവലിക്കുന്ന കഴുകനും അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന പരുന്ത് പച്ച മനുഷ്യനെ ഹല്ലേലൂയ ഒരു വെട്ടം പോലും കൊടുക്കാതെ കരിമ്പനക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി സഹതടവുകാരുടെ നടുവിൽ വന്ധ്യവയോധികനായ യോഹന്നാൻ ഹല്ലേലൂയ തനിക്കിനി മറ്റൊരു ജീവിതമുണ്ടെന്ന് ആകെ വളരെ വെപ്രാളത്തോടെ ആയിരിക്കുമ്പോൾ ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗം അവന് വേണ്ടി തുറന്നു വന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം ഇന്ന് പകൽ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലായിരിക്കാം, റോഡിലായിരിക്കാം, വഴിവക്കിലായിരിക്കാം, പ്രതിസന്ധിയിലെ നടുവിലായിരിക്കുന്ന സഹോദര, പ്രയാസത്തിന്റെ നടുവിലായിരിക്കുന്ന അമ്മച്ചി, ഭാരത്തോടെ നാളെ ലോണിന്റെ വിഷയം എങ്ങനെ നടക്കുമെന്ന് പറയുന്ന സഹോദര, കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ തൊഴിൽ നഷ്ടപ്പെട്ട ചെറുപ്പക്കാര, ഇന്ന് വേടൽ പകൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഭാരങ്ങളെ മാറ്റുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. അധ്വാനിക്കുന്നവര് ഭാരം ചുമക്കുന്നവര് എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന മഹാദൈവം ഈ യോഗ പരമ്പരകൾ നിങ്ങളെ ആശ്വസിപ്പിക്കുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ, മധ്യാകാശത്തിൽ വരുമെന്ന പ്രത്യാശയുടെ വാക്ക് പുതുക്കുവാൻ 54 പ്രവചനങ്ങളുമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വന്നെങ്കിൽ പ്രവചനങ്ങളുടെ പരമ്പരയുടെ അവസാനത്തിൽ രണ്ടാമതും അവൻ മേഘാരൂഢനായി 10,000 പേർ സുന്ദരനായി മധ്യാകാശത്തിലേക്ക് വെളിപ്പെടുമ്പോൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 22-6-7 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവത്തിന്റെ അപ്പോസ്തലന്മാരാൽ എഴുതിയ പ്രവചനങ്ങൾ നിറവേറി കാണുന്നത് വരെ സഭ ഇവിടെ നിലനിൽക്കുകയും പ്രവചനത്തിന്റെ പൂർത്തിയിൽ ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എന്റെ കയ്യിലുണ്ട്. പത്രോസ്ലീഹ പ്രവചനത്തെ പറ്റി എന്ത് പറയുന്നു? 1 പത്രോസ് നമുക്കൊന്ന് തൊട്ടുവെച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി വരുംകാല പ്രവചനങ്ങളിലെ കടക്കാം. 2 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രവചനത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വായിച്ചാട്ട് കുഞ്ഞ് 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. 2 പത്രോസ് 1-20-21 വാക്യങ്ങൾ. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന്, സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ലെന്നും ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ആദ്യം തന്നെ ദൈവജനം അറിഞ്ഞുകൊള്ളണം. ഇതിലെ പ്രവചനങ്ങളൊന്നും എഴുത്തുകാരിൽ കൂടി ഉളവായതല്ല, ദൈവത്തിന്റെ ആത്മാവിൽ കൂടി. അടുത്തത്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഒരെഴുത്തുകാരന്റെ ഇഷ്ടത്തിലോ ഒരു ലേഖകന്റെ ഇഷ്ടത്തിലോ ഒരു പ്രവചന പഠിതാവിന്റെ ഇഷ്ടത്തിലോ വന്നതല്ല. അതെവിടെ നിന്ന് വന്നു? അടുത്ത വാക്യം, ദൈവകൽപ്പനയാൽ. ദൈവകൽപ്പനയാൽ. ദൈവമക്കൾ ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണേ. പ്രവചനങ്ങൾ ആരാ? ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ പ്രവചനം. അടുത്ത വാക്യം, മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട്. മനുഷ്യർ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ. ഇന്നേക്ക് 4000 കൊല്ലത്തിന് പിറകിൽ നോക്കുമ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് BC 2500 യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് സീനായിയുടെ മടിത്തട്ടിൽ മോശയെ വിളിച്ചുകൊണ്ട് കൽപ്പനകൾ സ്വർഗം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൽപ്പനയാൽ ഒടുവിലത്തെ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ പത്മോസിനകത്ത് രേഖപ്പെടുത്തുമ്പോൾ 40 എഴുത്തുകാരിൽ കൂടി വന്ന ദിവ്യ ദർശനത്തിന്റെ കാരുണ്യമാ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ. അടുത്തത്, പരിശുദ്ധാത്മാവിന്റെ കൽപ്പനയാൽ. അടുത്ത വാക്യം, നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. നിയോഗം പ്രാപിച്ചിട്ട്. ആട്ടിടയെ കുടിലിൽ കിടന്ന ആമോസും മീൻ പിടിച്ചുകൊണ്ട് കിടന്ന പത്രോസും ഇസ്രയേലിലെ രാജാവായിരുന്ന ദാവീദും സമാധാന വേളകളിൽ മോശയും ഇവരെല്ലാം മാറി ദൈവസന്നിധിയിൽ നിയോഗത്തിന് വേണ്ടി എഴുതി കൊടുത്തതാം ദൈവിക പ്രവചനങ്ങൾ. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവചനം മശിഹായെ പറ്റിയ. പഴയ നിയമത്തിൽ 54 പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട്. ബൈബിൾ പഠിക്കുന്ന ബൈബിൾ പഠിതാക്കൾ, അതുപോലെ പ്രവചനത്തിൽ നിലനിൽക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം മശിഹായെ പറ്റിയുള്ള പ്രവചനങ്ങളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 2 പത്രോസിന്റെ 19-ാമത്തെ വാക്യം, ഉദയ നക്ഷത്രം പോലെ. 2 പത്രോസ് അതിന്റെ 2-ന്റെ 1-ാം അധ്യായം 19-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. 2 പത്രോസ് 2-ന്റെ 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം.
പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. അടുത്ത വാക്യം, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം, ക്രിസ്തുവേശുവാകുന്ന ഉദയനക്ഷത്രം ഉദിക്കുവോളം, ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കാണ് പ്രവചനം. മതി. ഇരുണ്ട സ്ഥലത്ത് നിന്ന് പ്രകാശിക്കുന്ന വിളക്ക പ്രവചനം, ഉദയ നക്ഷത്രം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളെ പറ്റി നമ്മൾക്ക് തുടങ്ങാം. ജനനം മുതൽ മരണം വരെ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? പുതിയ നിയമത്തിലാണോ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? 54 കൂട്ടം കാര്യങ്ങൾ അവന്റെ വരവിന് മുമ്പായി, ഒന്നാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ 54 പ്രവചനങ്ങൾ. ഹല്ലേലൂയ. ദാസന്മാരെ പറ്റിയും ഭരണകൂടത്തെ പറ്റിയും എതിർ ക്രിസ്തുവിനെ പറ്റിയും മറ്റുമൊന്നുമല്ല, 54 പ്രവചനങ്ങൾ എന്റെ യേശുവിനെ പറ്റി തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് കടക്കാൻ ചില വാക്യങ്ങൾ സമാധാനത്തിൽ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് ഇസ്രയേലിന് വേണ്ടി വെളിപ്പെടുന്ന മശിഹായെ പറ്റി വരച്ച് കാണുമ്പോൾ ഈ പ്രവചനം അവസാനിക്കും. വായിക്കാം. യേശു എങ്ങനെ ജനിക്കും, ഉലകത്തിലേക്ക് വരും. ഇന്നേക്ക് യേശു ജനിക്കുന്നതിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി വെച്ചു, യേശു എങ്ങനെ ജനിക്കും. വായിക്കാം മകനെ, യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. മശിഹായെ കുറിച്ചുള്ള 54 പ്രവചനങ്ങൾ തൊട്ടുവെച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കാം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. വാഴ്ത്തപ്പെട്ട യേശുവിന്റെ ജനനത്തെ പറ്റി അടുത്ത വാക്യം വായിച്ചാട്ടെ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അടുത്തത്, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യേശു ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി വെച്ച പ്രവചനമാ. ഇതാ കാലിക പ്രസക്തിയുള്ള ബൈബിളിന്റെ പ്രവചനത്തിന്റെ നിവർത്തി. അടുത്തത്, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അടുത്തത്, തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ. കണ്ടോ, തിന്മയെ മാറ്റിക്കൊണ്ട് ഉലകത്തിലേക്ക് രക്ഷയുടെ നന്മയുടെ സന്ദേശവുമായി യേശു കടന്നു വരിക. അപ്പോൾ പ്രവചനത്തിന് പ്രസക്തി ഉണ്ടോ? ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന മാതാക്കളെ, പിതാക്കളെ, യേശു ആരെന്നറിയുന്നില്ല. തിരുവെഴുത്തിന്റെ എഴുത്തുകളിൽ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ആർക്ക് കൊടുത്തെന്നറിയാമോ? ഹല്ലേലൂയ. BC 7000 വർഷങ്ങൾക്ക് നടുവിലേക്ക് നടക്കുമ്പോൾ, പല കാലഘട്ടത്തിനകത്ത് ജനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് യേശു ജനിക്കുന്നതിന് 600 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ്, 700 വർഷങ്ങൾക്ക് പിറകിൽ കൊടുത്തൊരു സംഭവം, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മശിഹായെ പറ്റിയുള്ള പ്രവചനങ്ങൾ ഇത് പഠിക്കാതെ നമുക്ക് വെളിപ്പാടിലോട്ട് പോകാൻ പറ്റത്തില്ല. അവൻ എവിടെ ജനിക്കും? ആർക്കെങ്കിലും അറിയാമോ യേശു എവിടെ ജനിക്കുമെന്ന്? യേശു ജനിക്കുന്നതിന് മുമ്പിട്ട് ആ പ്രവചനം നിറവേറിക്കഴിഞ്ഞു. എത്ര പ്രവചനങ്ങളാ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാ യേശു ജനിക്കുന്നതെന്ന് ബൈബിളിൽ ഉണ്ടോ? പുതിയ നിയമത്തിലല്ല എഴുതിയിരിക്കുന്നത്. ഇന്നേക്ക് 2400 കൊല്ലം മുമ്പ് ഭക്തനായ മീക്ക എഴുതി വെച്ചു. മീക്ക പ്രവചനം 54 പ്രവചനങ്ങളാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുന്നത്. യേശുവിന്റെ മടങ്ങിവരവും മശിഹായുടെ ഉയർപ്പിന്റെ പ്രവചനങ്ങൾ, ക്രൂശീകരണം അടക്കമാക്കി ബൈബിളിൽ പറഞ്ഞ പ്രവചനങ്ങൾ. മീക്ക പ്രവചനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, നീയോ ബേത്ലഹേം എഫ്രാത്ത്. വായിച്ചാട്ട് ദൈവദാസനെ, നീയോ. മീക്ക പ്രവചനം 5:2, നീയോ ബേത്ലഹേം എഫ്രാത്തേ. അപ്പൊ യേശു ജനിക്കുന്നതിന് മുമ്പിട്ട് ബേത്ലഹേമിൽ ജനിക്കുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീയോ ബേത്ലഹേം എഫ്രാത്തേ. അടുത്തത്, ഇസ്രായേൽ. വായിച്ചാട്ടെ. നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. ഇസ്രായേൽ ഗോത്രങ്ങളുടെ അകത്ത്, യഹൂദന്റെ കൂട്ടത്തിനകത്ത് നീ ചെറിയൊരു സ്ഥലമാണ് ബേത്ലഹേം. പക്ഷേ അടുത്തത് വായിക്കാം. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ, ഇസ്രായേലിന്റെ രാജാവായി മധ്യാകാശത്തിൽ വന്ന് അവന്റെ വാസസ്ഥലം ജെറുസലേമിൽ കൊടുത്ത് അവൻ രാജാവായി വാഴാൻ പോകുന്ന ദാവീദിന്റെ സിംഹാസനത്തിലേക്ക് പോകുന്നത് എവിടെയായിരിക്കും? വായിക്കാം. എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പോൾ ബേത്ലഹേമിൽ നിന്ന് ഇന്നേക്ക് 2400 പരം കൊല്ലങ്ങൾക്കും യേശു ജനിക്കുന്നതിന് മുമ്പ് തിരുവചനത്തിലെ ചെറിയ പ്രവചനായ മീക്ക എഴുതി വെച്ചോ, അവൻ ബേത്ലഹേം എഫ്രാത്തിൽ, നീയോ ബേത്ലഹേം എഫ്രാത്ത്, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുന്നവൻ, യഹൂദന്റെ രാജാവായി ലോകത്തിന്റെ മധ്യപകുതിയിൽ വാസം ചെയ്യുവാൻ പോകുന്ന, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്ന, ദാവീദിന്റെ വേരായവൻ എവിടെ നിന്ന് പുറപ്പെടും? ബേത്ലഹേമിൽ അവൻ ജനിക്കും. കണ്ടോ, ഓഗസ്ത്യോസ് കൈസറിനോടുള്ള ബന്ധത്തിൽ പേര് ചാർത്തപ്പെടുന്നതിന് വേണ്ടി ആശേർ ഗോത്രത്തിലെ മറിയയും ഹല്ലേലൂയ യോസഫ് യാത്രയാകുന്നത് എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ബൈബിളിനകത്തേക്ക് കടന്നു വരാൻ പ്രവചനങ്ങൾ നിവർത്തിയാകുമോ? എന്റെ യേശുവിന്റെ ജനം അവിടെ
അവിടെ തന്നെ നടക്കുമോ ബേത്ലഹേമിൽ. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 1:27-32 വാക്യങ്ങൾ. 1-ാം അധ്യായം തുടങ്ങി 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനനം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബേത്ലഹേമിൽ അവൻ ജനിക്കുമോ, അവൻ ആരായിത്തീരും. വായിക്കാം 1:27-32 വാക്യങ്ങൾ. 1 മുതൽ 22-32 വായിക്കാം. ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്ന പുരുഷന് ദാവീദ് ഗൃഹത്തിൽ യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. അടുത്തത് ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. അടുത്തത് ഗബ്രിയേൽ. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. 7 പ്രോമിസാ കൊടുക്കുന്നത്. ദൈവജനം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വാഗ്ദത്തങ്ങളിൽ 7 പ്രോമിസ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. 1 മറിയെ കൈകൂപ്പുന്നു. 2 അടുത്തത് കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. 2ാമത്തെ പ്രോമിസ് കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. അടുത്തത് അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഭ്രമിച്ചു പോയി, അവളാകെ പേടിച്ചു പോയി. അടുത്ത വാക്ക് നീ ഒരു ദൂതൻ അവളോട് പ്രോമിസ് വീണ്ടും മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. the mercy of God handed over Maria. ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത വാക്യം നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നടന്നു പ്രവചനം. യേശു എന്ന് പേർ വിളിക്കണം. അതും നടന്നു കഴിഞ്ഞു. അടുത്തത് അവൻ വലിയവനാകും. അണ്ടോ അവൻ സകല ജാതികൾക്കും മേൽ. അബ്രഹാമിനോട് ദൈവം കൊടുത്ത യഹൂദാക്കൂടലിൽ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. അബ്രഹാമിന്റെ തലമുറയിലേക്ക് മോശയും 4ാം തലമുറ. പിന്നത്തതിൽ ദാവീദും മിശിഹായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവൻ വലിയവനാകും. പ്രവചനം. ഇതെല്ലാം ദൈവസഭ മനസ്സിലാക്കണം. എപ്പോഴും വെളിപ്പാട് കേൾക്കുമ്പോൾ വെളിപ്പാടിനകത്ത് യേശുവിനെ പറ്റി ഉണ്ടോ, യേശുവിന്റെ ക്രൂശീകരണമുണ്ടോ, കാര്യമുണ്ടോ. അടുത്തത് വായിക്കാം. അടുത്ത വാക്യം അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആരും വിളിച്ചില്ല. അത്യുന്നതന്റെ പുത്രനെന്ന് ആരും വിളിച്ചില്ല. ഗദരദേശത്ത് പോയപ്പോ ഒരു പിശാച് വിളിച്ചു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, സമയത്തിന് മുമ്പ് നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് എന്തിനു വന്നു. കാര്യം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പലരും പലപ്പോഴും എന്നോട് പറയാറുണ്ട്, യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി സജുജാത്തന്റെ ഒരു പ്രസംഗിക്കത്തില്ല. എന്താ കൃത്യമായിട്ട് ഞാൻ ഈ വെളിപ്പാടിലേക്ക് കടക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അന്ത്യകാല പ്രവചനങ്ങളെ പറ്റി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വെളിപ്പാട് പുസ്തകം കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ 22:6-7 തന്നിട്ട് പറഞ്ഞു, പ്രവചനങ്ങൾ എവിടെ നിവർത്തിയ എന്ന് ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് വേണം നാഥന്റെ പുനരാഗമനത്തിന്റെ കാര്യങ്ങൾ പറയുവാൻ. യേശുക്രിസ്തു എവിടെ ജനിക്കണം, ആരുടെ മകനായി ജനിക്കണം, മാതാവ് പിതാവ് ജനിക്കുന്ന പട്ടണം ബേത്ലഹേം. ഒരു സന്തതി ജനിക്കുക, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. അവന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ വിളിച്ചില്ല, അത്ഭുതം കണ്ടവരെ വിളിച്ചില്ല, കാൽവരിയുടെ കൊലക്കളത്തിൽ അവനോടൊപ്പം യാത്ര ചെയ്തവർ വിളിച്ചില്ല. ആര് വിളിച്ചെന്നറിയാമോ? ഗദരദേശത്ത് 6000 പിശാചുക്കൾ ബാധിച്ച ഒരുവൻ, കല്ലറകളിൽ ഉറക്കം നടിക്കുന്ന ഒരുവൻ, ഹല്ലേലൂയ, ദേശത്തിന് ഭീതിയായവന്റെ ഗദരദേശത്തേക്ക് യേശു ചെന്നപ്പോൾ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. അതാ ഗബ്രിയേൽ മാലാഖ കന്യകയായ മറിയാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു. ഇതാ പ്രവചനത്തിന്റെ നിവർത്തി. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ ഭാവിയെ പറ്റി പ്രവചനത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ പറയണ ആ ദർശനങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മറിയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ അത്യുന്നതന്റെ ദൈവത്തിന്റെ പുത്രൻ. പക്ഷെ എന്താ സംഭവിച്ചത്? വചനം കൃത്യമായി മനസ്സിലാക്കണം. ആരും വിളിക്കാത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ആരെ കൊണ്ട് വിളിപ്പിച്ചു? ഗദരദേശത്ത് പിശാച് ബാധിച്ചവനെ കൊണ്ട് വിളിപ്പിച്ചു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കള്, ഒരുപക്ഷെ പകലിൽ ഇന്ന് മീഡിയയിൽ വചനം കേൾക്കുന്ന ദൈവമക്കള്, കാര്യം കാണാൻ കർത്താവ് ആരെയും തെരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. ഒരു കൂട്ടം ഇസ്രായേൽ ജനം കനാൻ കടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ, ദൈവത്തിന്റെ സന്നിധി വിട്ട് പ്ലാൻ വിട്ട് ദൈവജനം നടക്കുമ്പോൾ, ബിലയാമെന്ന് പറയുന്ന പ്രവാചക ബാലാക്കിന്റെ കൊട്ടാരത്തിലെ മോവാബ്യ രാജാവിന്റെ മോഹക്കാഴ്ചയെ കാത്തുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആരെയാ എടുത്തത്? ഒരു കഴുതയെ കൊണ്ട് സംസാരിപ്പാൻ ഇടയാക്കി തീർന്നു. ഇന്ന് പകൽ വചനം ദൈവസന്നിധിയിൽ കേൾക്കണം. ജ്ഞാനികളെ ലഭിപ്പാൻ ജോബോഷന്മാരെ ദൈവം തെരഞ്ഞെടുക്കുന്നെങ്കിൽ, കാഴ്ച പ്രാപിച്ച് കനാൻ കടന്നു വന്ന് തപ്പും തമ്പേറും എടുത്ത് ഒരുവന്റെ കണ്ണ് ദൈവം തുറപ്പിച്ചില്ല. അവന്റെ കണ്ണ് ഭംഗിപ്പോയപ്പോൾ മുന്നണി പടയാളി നിന്ന് കഴുതയുടെ കണ്ണ് തുറപ്പിച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാര്യം കാണാൻ ഏത് വഴിയും സ്വീകരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം. ഇന്ന് പകൽ വചനം കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ചിന്താകുലങ്ങൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ലോകത്തിന് കാണാത്ത പ്രവചനം നിന്റെ കണ്ണിന് മുൻപിൽ തരുവാൻ. കഴുത മാറി ഓടിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ മുന്നിൽ നിൽക്കുന്നത് കണ്ട് മോവാബ്
മോവാബ്യ പ്രഭുക്കൾക്ക് കാണാൻ പറ്റിയില്ല, ബിലയാമിനെ കൂട്ടരും കാണാൻ പറ്റിയില്ലെന്ന് പോഷത്വത്തിന്റെ നടുവിൽ ഒരു കഴുതയ്ക്ക് ദർശനം കൊടുത്തെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണം, നിന്റെ വിചാരങ്ങളെ മാറ്റി, നിന്റെ വഴികളെ മാറ്റി, അത്യുന്നതന്റെ വഴികളെ തുറക്കുവാൻ കരുത്തുറ്റൊരു ദൈവത്തെയാ ഇന്ന് പകൽ നീ ആരാധിക്കുന്നത്. കാര്യം കാണുക. കൂടെ നടന്നവർ യേശുവിനെ വിളിക്കാതെ ഇരുന്നപ്പോൾ, അത്ഭുതം കണ്ടവർ വിളിക്കാതെ ഇരുന്നപ്പോൾ, അതിശയം കണ്ടവർ വിളിക്കാതെ ഇരുന്നപ്പോൾ, ഗദരദേശത്ത് പിശാച് ബാധിച്ചവൻ വിളിച്ചില്ലേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ യേശു ജനിക്കുന്നതിന് മുമ്പ് മറിയോട് ഗബ്രിയേൽ മാലാഖ മുഖാന്തരം അരുളി ചെയ്ത അരുളപ്പാടുകൾ ഊവേ ഊവേ എന്ന് കറക്റ്റായിട്ട് രേഖപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ അവനോടുള്ള പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തി. അടുത്ത വാക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. അടുത്ത വാക്യം വായിച്ചാട്ടെ മക്കളെ. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ യെരൂശലേമിന്റെ നടുവിൽ തന്റെ ജനത്തോട് വാസം ചെയ്യും. സെക്കരിയ പ്രവചനം കണ്ടില്ലേ? അപ്പനായ ദൈവം തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇപ്പൊ സിംഹാസനം എവിടെ പോയി? BC 600 യഹൂദ രാജാവായ യഹോവയാക്കീമിന്റെ കാലത്ത് ഇസ്രയേലിനെ ആക്രമിച്ച് സിംഹാസനം പോയി. പുറകെ രാജ്യത്വങ്ങൾ വന്നു. അതിന്റെ പേര് അസിറിയൻ വന്നു, അത് കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ വന്നു, പാർസി രാജവംശം വന്നു, ഗ്രീക്ക് രാജവംശം വന്നു, അതിനുശേഷം ജനാധിപത്യം വന്നു, റോമ വന്നു. ഏകാധിപത്യം കഴിയുമ്പോൾ അതാ യെശയ്യാവ് പറയുന്നത്, അപ്പനായ ദാവീദിന്റെ സിംഹാസനം. കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം, നീ ഒരു സന്തതിയെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും, അവൻ വലിയവനാകും, അവൻ മഹോന്നതനായ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. കാണാത്തൊരു പ്രവചനം, അന്ത്യകാല പ്രവചനമാ, മശിഹായെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവചനമാ. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ അവൻ പ്രസവിച്ചത് എവിടെയെന്ന് അറിയത്തില്ല. ബേത്ലഹേം എഫ്രാത്തിലെ പുൽക്കുടിലിനകത്ത് കിടക്കുമ്പോൾ അന്നത്തെ പട്ടണത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഹേരോദാവ് എന്താ ചെയ്തത്? ശിശുക്കളെ കൊല്ലുവാൻ കൽപ്പന കൊടുക്കുമ്പോൾ അമ്മയായ മറിയോയോടും യോസഫിനോടും കൂടെ മിസ്രയീമിലേക്ക് കടന്നുപോയി. ഏറെ നാൾ മിസ്രയീമിൽ എന്റെ യേശു പാർത്തു. യേശു പാർത്തപ്പോൾ ഹോശയ്യ പ്രവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ മകനെ ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് മടക്കി വിളിക്കും. കണ്ടോ? ബേത്ലഹേമിൽ നിന്ന് ശിശുക്കളെ കൊല്ലുന്ന കൽപ്പനയുടെ നടുവിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം മിസ്രയീമിലേക്ക് യോസഫിനെയും മറിയയും അയക്കുമ്പോൾ ഒരു പഴയ നിയമത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയായി ഹോശയ്യ പറയുന്നത്, എന്റെ മകന് ഞാൻ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിളിക്കുക. എത്ര ക്ലിയറായി മക്കളെ പ്രവചനങ്ങൾ. അവൻ മടങ്ങി വരുന്നു. മടങ്ങി വന്നിട്ട് എന്താ അവൻ ചെയ്യുന്നത്? പള്ളിക്കകത്ത് ചുരുളെടുക്കാൻ പോകുന്നു. എന്താ ചുരുളെടുക്കുന്നത്? എഴുതിയിട്ടുണ്ട്, ഇന്നേക്ക് 2700 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു പള്ളിയിൽ പ്രസംഗിക്കുമെന്ന്. യേശു പ്രസംഗിക്കുന്നതിന് മുമ്പ് 700 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവചനം എഴുതി വെച്ചു. വായിക്കാം യെശയ്യാ പ്രവചനം 61 അധ്യായം അതിന്റെ 1 വാക്യം. യേശു ജനിക്കുന്നതിന് മുമ്പ് പ്രവചനം എഴുതി വെച്ചു. യെശയ്യാ പ്രവചനം 61 വാക്യം. എളിയവരോട് വായിച്ചാട്ട് പാസ്റ്ററേ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകം എവിടെ തുടങ്ങി? ആർക്കും ഈ വചനത്തിന്റെ ഗ്രാഹ്യം അറിയത്തില്ല. അബിയാക്കൂറിൽ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ പേരാ സെക്കരിയാവ്. സെക്കരിയാവിന്റെ ഭാര്യയുടെ പേരാ എലിസബത്ത്. അത് മറിയയുടെ ചാർച്ചക്കാരിയാണെന്ന് പറഞ്ഞു. ആ മറിയയുടെ ചാർച്ചക്കാരി സെക്കരിയ പ്രവാചകൻ എലിസബത്തിന്റെ കൂടെ പള്ളിയിൽ പോയി. അന്ന് യെരൂശലേമിന്റെ ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പുരോഹിതന്മാരുണ്ട് യഹൂദന്റെ ഗോത്രത്തിനകത്ത്. അബിയാക്കൂറിൽ നിന്നുള്ള പുരോഹിതൻ ആരാ? സെക്കരിയാവ്. ആ സെക്കരിയാവിന് ഞറക്ക് വീണ്. പക്ഷേ പ്രായം ഒത്തിരി മുൻപോട്ട് പോയി. അവൾ മച്ചിയായിരുന്നു. സ്തോത്ര. മച്ചിയായ എലിസബത്തിന് മക്കളില്ലാതിരുന്നപ്പോൾ അൾത്താരയ്ക്കകത്ത് മദ്ബഹ, പഴയ നിയമത്തിന്റെ ആരാധന കിരുബുകളെ കൊണ്ട് മറച്ചിരുന്ന യെരൂശലേം ദൈവാലയത്തിന്റെ മദ്ബഹയ്ക്കകത്ത് സെക്കരിയാവിന്റെ പ്രവാചകൻ സെക്കരിയ പുരോഹിതൻ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിച്ച്, കർത്താവേ എനിക്ക് തലമുറകളില്ല. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇറങ്ങി വന്ന് അവനവരോട് ദൂത് കൊടുത്തു. ആ ദൂത് കൊടുത്തത് എന്താ? സെക്കരിയാവ്, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. എത്ര കാലമായി ഇന്ന് പകൽ വചനം കേൾക്കുന്നവർ നല്ല രീതിയിൽ ഉറപ്പോടെ വചനം കൈകാര്യം ചെയ്യണം. എന്താ കാര്യം? അബിയാക്കൂറിലുള്ള സെക്കരിയാവും എലിസബത്തിനും വേണ്ടി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു തലമുറയെ കൊടുക്കുന്നു. യോഹന്നാൻ ആരാ? യേശുവിനെ യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നത്. പത്രോസാന്തോ
പൗലോസാന്നോ? അല്ല, യേശുവിന്റെ അമ്മ മറിയയുടെ ഉദരത്തിൽ ഒരു സന്തതിയുണ്ട്. ആരാ? കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിട്. ആ മറിയയും എലിസബത്തും തമ്മിൽ ചാർച്ചക്കാരിയാ. വചനം നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ കട്ടിങ് വചനോ പ്രവചനം. അങ്ങനെ ഇരിക്കുമ്പോൾ മറിയ എലിസബത്തിനെ കാണുമ്പോൾ വന്ദനം ചൊല്ലുമ്പോൾ മറിയയുടെ കരം എലിസബത്തിന്റെ കൊടുക്കുമ്പോൾ പിള്ള അഭിഷേകത്താൽ തുള്ളി. അങ്ങനെയെങ്കിൽ മറിയയുടെ ഉദരത്തിനകത്ത് വളർന്ന സന്തതി താഴത്തുനിന്നല്ല, അവൻ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സന്തതി. ആ കൃപ കൊണ്ട് യോഹന്നാനെ, നിന്നാൽ എനിക്ക് സ്നാനം ആവശ്യം. അന്ത്യകാലത്തിന്റെ പ്രവചനം ഈ പകലിൽ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവജനം മനസ്സിലാക്കണം. സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു. നിങ്ങൾ മനസ്സിലാക്കണം, പള്ളിയിലെ അച്ഛന്റെ മകൻ അടുത്ത കൊച്ചച്ഛനായിട്ടോ കപ്പ്യാരായിട്ടോ മാറിയില്ല. കൃപ ലഭിച്ച എലിസബത്തിനും സക്കറിയാവിനും സക്കറിയ പുരോഹിതനും പിന്നത്തതിൽ ലഭിച്ച പൈതൽ പള്ളിയിൽ അച്ഛനായിട്ട് മാറിയില്ല. എന്റെ യേശുവിനെ യോർദാനിലെ കലക്കവെള്ളത്തിൽ മുങ്ങുവാൻ കൃപ ലഭിച്ചു. ഇന്ന് പകൽ ഈ പ്ലാറ്റ്ഫോമിനകത്തേക്ക് അബിയാക്കൂറിൽ നിന്നുള്ള പുരോഹിതനായ സക്കറിയാവിനെ എലിസബത്തിനെ ഒന്ന് വിളിച്ചുകൊണ്ടുവരണം. എന്നിട്ട് ചോദിക്കണം, അയ്യോ സക്കറിയാവച്ച അല്ലെങ്കിൽ എലിസബത്ത് കൊച്ചമ്മേ, നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടാൻ അല്പം താമസിച്ചു പോയി, വല്ല ദുഃഖവുമുണ്ടോ? അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ഞങ്ങൾക്ക് യാതൊരു ദുഃഖവുമില്ല. ഞങ്ങൾക്ക് ദുഃഖമില്ലാത്ത കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് പറയാമോ? വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ യോർദാനിലെ കലക്കവെള്ളത്തിൽ ഞങ്ങളുടെ പൈതലിനാൽ സ്നാനമേൽക്കാൻ കൃപ ലഭിച്ചെങ്കിൽ ഇന്ന് പകൽ ശന്തര ദിഗജാന ബൗഡാര കത്തുനെ ഘടാന്തരാദിയ പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ് സിസ്റ്റർ, കുന്നുകൾ നിന്റെ മുമ്പിൽ നീങ്ങിപ്പോകുക. എന്നാൽ നിന്നെ വിളിച്ച് കൊണ്ടുവന്ന് നിന്റെ ഭവനത്തിനകത്തുനിന്ന് പുറത്തിറങ്ങി കൊണ്ടുവന്ന മഹാദൈവത്തിന്റെ വാക്ക് മാറത്തില്ല. എത്ര പേർ ഇന്ന് പകൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. സക്കറിയാവിന്റെ എലിസബത്തിന്റെ മച്ചി എന്ന് തള്ളപ്പെട്ട ആരാധനയ്ക്കകത്ത് ഹല്ലേലൂയ ഒരു ആരാധനയ്ക്ക് നിൽക്കുന്ന പുരോഹിതന്റെ ഭാര്യയെ വിമർശിക്കുവാൻ ഒരു പള്ളിക്കൂട്ടം മുഴുവനായി എഴുന്നേറ്റ് നിന്നപ്പോൾ ആരാധനയുടെ നടുവിൽ ഹല്ലേലൂയ അൾത്താരയുടെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ദൂതൻ സക്കറിയാവിന് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ ഈ അന്ത്യകാലത്തിന്റെ പ്രഭാഷണം ഇന്ന് പകൽ കേൾക്കുമ്പോൾ നിന്റെ കരയുന്ന വിഷയത്തിനകത്ത്, നിന്റെ കണ്ണുനീരിന്റെ വിഷയത്തിനകത്ത് നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ മറുപടി തരുവാൻ അട്ടക രഗത ബൗഡ രീക ശബ്ദ രാജ നാളുകളായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇന്ന് പകൽക്കാലം ഒരു ദൂതാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. നീ അമേരിക്കയിലാകട്ടെ, ദുബായിലാകട്ടെ, ഹല്ലേലൂയ, നീ കേരളത്തിലാകട്ടെ, നീ നോർത്ത് ഇന്ത്യയിലാകട്ടെ, ഒരുപക്ഷെ ആശുപത്രികൾ നിന്റെ മുൻപിൽ തള്ളിയേക്ക, നിന്റെ കൂടെ ആരാധിക്കുന്നവർ നിനക്കെതിരെ കുറ്റം പറഞ്ഞേക്ക, സഹോദരി നിന്നെ മച്ചി എന്ന് വിളിച്ച് ഒറ്റപ്പെടുത്തിയേക്ക. എന്നാൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ കരം ഉയർത്തി പറയണം, കത്തി തൊടാതെ സർജറി ചെയ്യുവാൻ കരുത്തുറ്റ ഒരു ദൈവത്തിന്റെ കരം ആരാധനയ്ക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോർണിംഗ്. വി ആർ പ്രേയിങ് ഇൻ LSC പരശുമയ്ക്കൽ. ഞങ്ങൾ പരശുമയ്ക്കലിൽ ഈ സന്ദേശം പകർത്തപ്പെടുമ്പോൾ, ഇത് മീഡിയയിൽ കൂടി പ്രചരിക്കുമ്പോൾ അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ വചന, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ വചന, പെരുവെള്ളത്തിന് മീതെ മുടങ്ങുന്ന യഹോവയുടെ ശബ്ദം, കാദേശിന്റെ മരുഭൂമിനെ നടുക്കുന്ന ശബ്ദത്തിന്റെ ശംഖോല് ഈ പ്രക്ഷേപണം ചെല്ലുന്ന സ്ഥാനത്ത് ചില കണ്ണുകൾ ഇന്ന് പകൽക്കാലം തുറക്കട്ടെ, ചില അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറക്കട്ടെ, ചില കുട്ടികളില്ലാത്ത കുടുംബങ്ങളിലേക്ക് 2022 ഒരു അത്ഭുതത്തിന്റെ കരം ചലിക്കുവാൻ ഈ അന്ത്യകാലത്തെ ദൂതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപ വെളിപ്പെടട്ടെ. Something is happened in this afternoon. The miracle power of Jesus Holy Spirit. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇറങ്ങി വരട്ടെ. ദൈവാലയത്തിനകത്ത് സക്കറിയാവിന്റെ എലിസബത്തിന്റെ ജീവിതത്തിനകത്ത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കൃപ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കള് അഭിഷേകത്തിന്റെ കൃപ നിന്നിൽ വെളിപ്പെടുമ്പോൾ അടിമ മുഖങ്ങൾ മാറുവാൻ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുക, നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ മാനിക്കുക. ആരൊക്കെ പരാജയം പറഞ്ഞ അവന്റെ നടുവിൽ എലിസബത്ത് അമ്മാമ യോഹന്നാനെ എടുത്തോണ്ട് നടന്നതുപോലെ ഇന്ന് പകൽ കരമുയർത്തി പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുവാൻ ഞങ്ങൾ ഉയർത്തുന്ന വയോജനത്തിന് കഴിയോ. പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറട്ടെ ബ്രദർ, സിസ്റ്റർ, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങി പോകട്ടെ. എന്നാൽ ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ആത്മാവിനെ പകരാമെന്ന് പറഞ്ഞ പകർച്ചയുടെ നിവർത്തിയുടെ പല്ലവി ഇന്ന് പകൽ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിന്റെ അടിപ്പിണറിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാ. ഇന്ന് പകൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കുക. നീ കർത്താവിന് വേണ്ടി മുട്ടുമടക്ക്, ദൈവത്തെ ആരാധിക്കുക, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക. കെട്ടുകളെ അടിക്കുന്ന, ബന്ധനങ്ങളെ തകർക്കുന്ന, കോരുകളെ മാറ്റുന്ന കൃപ നിന്റെ ഭവനത്തിനകത്ത് ഈ കോവിഡിനകത്ത് ഇറക്കി തരുവാൻ, നിന്റെ ഗർഭപാത്രത്തെ തുറക്കുവാൻ, നിന്റെ ശരീരത്തിന്റെ രക്തത്തെ മാറ്റുവാൻ, നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് രാത്രിയാം.
എത്ര പേർക്ക് ആത്മാവിൽ കാര്യം മനസ്സിലാകുന്നു? വിശ്വാസത്തോടെ ഇന്ന് പകൽ ദൂത് ഏറ്റെടുത്താട്ടെ. ഒരുപക്ഷെ മീഡിയയിൽ പ്രക്ഷേപണം രാത്രിയിൽ അമേരിക്കയിലോ ഗൾഫ് രാജ്യങ്ങളിലോ എത്തുമ്പോൾ സന്തതി തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന സഹോദര സഹോദരി, നീ കരമുയർത്തുമ്പോൾ നിനക്ക് വേണ്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഇസ്രായേലിന്റെ ദേവാലയത്തിനകത്തിൽ കെരുബുകളെ കൊണ്ട് കുത്തിമറിച്ച് മദ്ബഹായ്ക്കകത്ത് ധൂപത്തിന്റെ വർഗമെടുത്ത് സക്കറിയാവ് വീശുമ്പോൾ എലിസബത്തിന്റെ ഉള്ളത്തെ തുറക്കുവാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? മഹാദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്ന പകല തീർന്നില്ല. യെശയ്യാപ്രവചനം 61:1 എന്റെ യേശു പള്ളിയിൽ പോയി പറയും. വായിച്ചാട്ടെ മക്കളെ, യെശയ്യാപ്രവചനം 61 1 വാക്യം. എളിയവരോട് സദ്വർത്താനം. വായിച്ചാട്ടെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പ് 600 പര സംവത്സരങ്ങൾക്ക് പിറകിലായി യെശയ്യാവ് എന്ന് പറയുന്ന എഴുത്തുകാരനായിട്ട് എഴുതിയിരിക്കുക, എന്റെ യേശുനാഥൻ ആലയത്തിൽ ചെന്ന് ചുരുൾ നിവർത്തി എളിയവരോട് സദ്വർത്തമാനം പറയാൻ അവനെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്ത്. ബൈബിളിനകത്തുണ്ടോ? മശിഹായെ പറ്റിയുള്ള 54 പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുക. ഈ വചന പഠനത്തിനകത്ത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ദൈവമക്കള് വിടുതലിന്റെ കാറ്റ് നിനക്ക് വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുക. രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വാക്യം ലൂക്കോസ് 2:47. യെശയ്യാപ്രവചനം 61 പറഞ്ഞതിന്റെ നിവൃത്തി. ഹല്ലേലൂയ. ചർച്ചിനകത്തേക്ക് ചെല്ലുന്ന യേശു യോഹന്നാൻ കൂടെ ഉണ്ടെങ്കിൽ പോലും, പിന്നത്തതിൽ നിൽക്കുന്നെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചുരുൾ നിവർത്തി വായിക്കുന്നു. വായിച്ചാട്ട് മോനെ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 47-ാം വാക്യം. യെശയ്യാവിന്റെ പ്രവചനം നിവർത്തിയായി യേശു പള്ളിയിൽ പോയി പരീശന്മാരോട് കൂടെ ഇരുന്നു. യെശയ്യാ പ്രവചനത്തിന്റെ ചുരുൾ നിവർത്തി വായിക്കുന്നു. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം. വായിച്ചാട്ടെ. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. യേശുവിന്റെ വാക്ക് കേട്ടവർക്കെല്ലാം, പള്ളിപ്രമാണിമാർക്കും പരീശന്മാർക്കും, ഇതാ പ്രവചനം 54 പ്രവചനം മശിഹായെ പറ്റിയുള്ള 54 പ്രവചനങ്ങളിൽ യെശയ്യാവിൽ രേഖപ്പെടുത്തി എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയെങ്കിൽ ഹല്ലേലൂയ. ആലയത്തിനകത്ത് പോയി വാക്ക് പറയുമ്പോൾ അവന്റെ വിവേകമോർത്ത് ദൈവജനം എന്തു ചെയ്തു? ഒന്നുകൂടെ വായിച്ചാട്ടെ. ലൂക്കോസ് 2:47 വാക്യം. അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 2:47. ചർച്ചിനകത്തേക്ക് അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അവനെ കണ്ടവർ അതിശയിച്ചു. യേശുവിനെ കണ്ടിട്ട് അടുത്ത വാക്യം. അമ്മ അവനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? കണ്ടില്ലയോ? പള്ളിയിൽ നിന്ന് പോയ പോനെ പിന്നെ കാണുന്നില്ല. കണ്ടില്ലേ? അതാ പറയുന്നത്, എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവെന്നെ അഭിഷേകം ചെയ്തു. എത്ര പ്രവചനങ്ങൾ നിങ്ങൾ കേട്ടു മശിഹായെ പറ്റി. കണ്ടില്ലയോ? അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു വരും. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്ക്. ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്ക്. അവൻ മിസ്രയീമിലേക്ക് പോക്. ഹോശയ എഴുതി വെച്ച്, എന്റെ പുത്രനെ എന്നിലേക്ക് മടക്കി കൊണ്ടുവരണം. തീർന്നില്ല. വീണ്ടും 61 എളിയവരോട് സദ്വർത്തമാനം കൊടുക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേലുണ്ട്. ആലയത്തിനകത്ത് യെശയ്യാ പ്രവാചകന്റെ ചുരുളെടുത്ത് പ്രവചന പ്രകാരം അവൻ വായിച്ചു. യേശുവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ എങ്കിൽ അവൻ പിന്നത്തതിൽ മടങ്ങി വരുന്നതിന് നിവൃത്തിയായി പ്രവചനങ്ങൾ നടക്കും. തീർന്നില്ല. യഹൂദനോടുള്ള പഠനത്തിൽ 7 പെരുന്നാളുകളുണ്ട്. ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, പെസഹ പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, ഓശാന പെരുന്നാൾ. അങ്ങനെയെങ്കിൽ എന്റെ യേശു ഓശാന പെരുന്നാളിൽ എങ്ങനെ ആലയത്തിലേക്ക് വന്നു? യെരുശലേം ദൈവാലയത്തിനകത്ത് യേശു എങ്ങനെ വന്നു? മത്തായി 24 യെരുശലേം ദേവാലയത്തിനകത്ത് അവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന പെരുന്നാൾ കാണുന്നത്. എന്നാൽ മത്തായി സുവിശേഷം എഴുതുന്നതിന് മുമ്പ്, ഇന്നേക്ക് 2480 കൊല്ലം മുമ്പ് സെക്കരിയാവ് എഴുതി വെച്ചു, യേശു എങ്ങനെ കഴുതയുടെ പുറത്ത് എങ്ങനെ ആലയത്തിൽ വരുമെന്ന് എഴുതി വെച്ചു. ബൈബിളിനകത്തുണ്ടോ? വായിക്കാം ദൈവദാസനെ. സെക്കരിയാ പ്രവചനം 9:9 പ്രവചനങ്ങളുടെ നിവർത്തി. സെക്കരിയാ പ്രവചനം 9:9 കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സെക്കരിയാ 9:9. സിയോൻ പുത്രിയെ, വായിച്ചാട്ടെ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം. യെരുശലേം പുത്രിയെ ആർപ്പിടുക. യെരുശലേം പുത്രിയെ നീ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. സിയോനിന്റെ രാജാവ്, നിന്റെ രാജാവ് കഴുതയുടെ പുറത്ത്. വായിക്കാം, വായിച്ചാട്ടെ. അവൻ നീതിമാനും ജയശാലിയുമായി ജയശാലിയുമായി താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ
ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. എത്ര ക്ലിയർ ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ വായിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ ദാസനെ കൊണ്ട് യേശു ഒലിവുമലയുടെ താഴ്വാരം ബേത്പകയ്ക്കും ബദാനിക്കും ഇടയിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയെ അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും ചോദിച്ചാൽ എന്റെ യേശുവിന് ഇത് ആവശ്യമുണ്ട്. യേശു ജനിക്കുന്നതിന് മുമ്പ് സെക്കരിയാവിൽ കൂടി എഴുതി വെച്ച പ്രവചനത്തിന്റെ നിവർത്തി ഓശാന പെരുന്നാളിൽ യെരൂശലേം ദൈവത്തിനകത്തേക്ക് ഹേരോദാവിന്റെ കൽപ്പന പ്രകാരം 46 വർഷം കൊണ്ട് പണിതെടുക്കുന്ന ദേവാലയത്തിലേക്ക് എന്റെ യേശുനാഥൻ കടന്നു വരുമ്പോൾ അവനെ കണ്ടിട്ടില്ലാത്ത അവൻ ജനിക്കുന്നതിന് മുമ്പ് 480 കൊല്ലം മുമ്പ് പ്രവചനം എഴുതിയ സെക്കരിയാവ് എഴുതിയ പ്രവചന നിവർത്തി കാണുന്നില്ലേ? സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺ കഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരുമെങ്കിൽ യേശുവിന്റെ പ്രവചനങ്ങളെല്ലാം നിവർത്തിയായെങ്കിൽ താമസം വിന അവൻ കാത്തിരിക്കുന്ന തന്റെ സഭയെ ചേർക്കുക. എന്റെ യേശു മധ്യാകാശത്തിൽ വരാറ്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ കേൾക്കുന്നതോടെ ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകുകളെ ഉയർന്നിരിപ്പ്. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. വിശുദ്ധ വെളിപ്പാടിൽ യോഹന്നാൻ പറയുന്നു പ്രവചനാത്മാവ് കൂട്ടിവരുത്തിയെങ്കിൽ, പത്രോസ്ലീഹ പറയുന്നു പ്രവചനം ദൈവത്തിനാൽ വന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ നിയോഗത്താലുള്ള കൽപ്പനയെങ്കിൽ, യേശു ജനിക്കുന്നതിന് മുമ്പ് 54 പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ താമസം വിന അവൻ പ്രവചനത്തിന്റെ ദൂതുമായി തന്റെ കാന്തയെ ചേർക്കുക. മധ്യാകാശത്തിൽ വരാൻ കാലമായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 30-ാമത്തെ വയസ്സിൽ സങ്കലന യുഗത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യോഹന്നാനാൽ അവൻ സ്ഥാനമേൽക്കുന്നു. അവന്റെ മിനിസ്ട്രി അവിടെ ആരംഭിക്കുന്നു. 3 മുദ്രകളിലേക്ക് കടക്കുന്നു. 1 ഗദസമനയിൽ അവൻ പിടിക്കപ്പെടുന്നു. 2 ഗബദയിൽ അവൻ തകർക്കപ്പെടുന്നു. 3 അവൻ ഗോൽഗോത്തായിൽ പരമയാഗമായി തീർന്നു. എത്ര പേർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും? യേശു രാജാവായിട്ട് വാഴുവാൻ 1000 ആണ്ട് വാഴ്ചയിൽ വരുന്നതിന് മുമ്പ് 54 പ്രവചനങ്ങളുടെ നിവർത്തിയായി എന്റെ ആത്മമണവാളനായ യേശു യെരൂശലേം ദൈവാലയത്തിനകത്ത് ഓശാന പെരുന്നാളിൽ വരുന്നു. പെൺ കഴുതയുടെ പുറത്ത് അവൻ വാഹനമേറി വരുന്നു. അത് ക്രൂശീകരണത്തിന് മുമ്പായി നടക്കുന്ന സംഭവങ്ങളാ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം വിശുദ്ധ പ്രവാചകന്മാരിൽ കൂടി യേശു ജനിക്കുന്നതിന് 480 കൊല്ലം മുമ്പ് യെശയ്യാവും ഇരമ്യാവും ദാനിയേലും. ഇന്ന് പകൽ LACയുടെ പ്ലാറ്റ്ഫോമിനകത്ത് ഇരമ്യാവേ വിളിച്ചിട്ട് ചോദിക്കണം, നിനക്ക് എങ്ങനെ ഈ പ്രവചനം എഴുതുവാൻ പറ്റി? ഹോശയ്യായേ, മിസ്രൈമിൽ നിന്ന് എന്റെ മകനെ മടക്കി വരുത്തുവാൻ നിനക്കെങ്ങനെ പ്രവചനം എഴുതാൻ പറ്റി? ഓ ദാനിയേലേ, നിനക്കെങ്ങനെ ഈ പ്രവചനം എഴുതാൻ പറ്റി? അല്ലയോ സക്കരിയാവേ, നിനക്കെങ്ങനെ ഈ സിയോൻ പുത്രിയെ പറ്റി കഴുതയെ പറ്റി പ്രവചനം എഴുതുവാൻ പറ്റി? അവന്റെ വായല്ലോ ഞങ്ങളോട് അരുളപ്പാട് തന്നത്, അവന്റെ വചനമല്ലോ ഇത് കൂട്ടിച്ചേർത്തത്. ഇന്ന് പകൽ ഒരിക്കൽ കൂടി ആകാശവും ഭൂമിയും മാറിയാൽ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതിന്റെ ഗതിക്കകത്ത് താഴേക്ക് പതിച്ചാൽ, ഈ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഗദസമനയിൽ അവൻ പിടിക്കപ്പെടും. ചുംബനത്തിന്റെ മുദ്ര. ഗബദയിൽ അവൻ തകർക്കപ്പെടും. തകർത്തതിന്റെ മുദ്ര. ഗോൽഗോത്തായിൽ പരമയാഗത്തിന്റെ മുദ്ര. തീർന്നില്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ അവനെ ഒറ്റുകൊടുക്കുമെന്ന് യൂദാ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റുകൊടുക്കുമെന്ന് ബൈബിൾ പ്രവചനമുണ്ടോ? സക്കരിയാവ് അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. 480 വർഷം പിറകിൽ എഴുതിയിട്ടുണ്ട് സുവിശേഷത്തിന്റെ ഏടുകളിൽ. BC 700 മുതൽ 300 വരെ 400 സംവത്സരത്തിന് 300 വരെ 400 സംവത്സരം ബാക്കി കിടക്കുമ്പോൾ, മലാക്കിയുടെ പ്രവചനം അവസാനിക്കുമ്പോൾ, പുതിയ നിയമത്തിന്റെ ഒരു കാര്യം രേഖപ്പെടുത്താതിരിക്കുമ്പോൾ അതിനകത്ത് സക്കരിയാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റുകളയോ. സക്കരിയ പ്രവചനം 11, 12, 13. ബ്രദറെ ഒന്ന് വായിച്ചാട്ടെ. ലോകം മനസ്സിലാകട്ടെ, കാൽവറിയിലെ ക്രൂശീകരണം താൽക്കാലികമല്ല. സ്വർഗത്തിന്റെ മഹിമാസനം വിട്ട് താഴെയിലേക്ക് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിന്റെ യാഗം തീർക്കുക. നമുക്കറിയാം, ആദിമ കുടുംബത്തിൽ ആദമിന് വേണ്ടി ഹല്ലേലൂയ രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മൃഗം എടുക്കപ്പെടുമ്പോൾ, ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി മിസ്രൈമിലെ ഓരോ കുടുംബത്തിലും ഒരാടറുക്കപ്പെടുമ്പോൾ, പിന്നത്തതിൽ ഹല്ലേലൂയ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി കൂട്ടം കൂട്ടമായി അറുക്കപ്പെടുമ്പോൾ,
ശലോമോൻ ഉണ്ടാക്കിയ ദേവാലയത്തിൽ 1,25,000 ആടുകളെ അറുത്തപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നെങ്കിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യോഹന്നാൻ ചൂണ്ടിക്കാട്ടുന്ന ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സാക്ഷാൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടെങ്കിൽ ആ പെസഹ കുഞ്ഞാടിന് ഒറ്റ കൊടുക്കുന്നവർ എത്ര വെള്ളിക്കാശിന് കുശവന്റെ നിലം വാങ്ങിയെന്ന് അവൻ കാൽവറിയിൽ പരമയാഗമാകുന്നതിന് മുമ്പ്, അവൻ ജനിക്കുന്നതിന് മുമ്പ്, അവൻ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ്, അവൻ സദ്വർത്താനം പറയുന്നതിന് മുമ്പ്, അവൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ഗലീലയിലും ഗദരദേശത്തും അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് സക്കറിയാവ് എഴുതി വെച്ചു, ഇത് ദൈവാത്മാവിന്റെ പ്രവചനത്തിന്റെ നിയോഗം. എഴുതി വെച്ചോ 30 വെള്ളിക്കാശിന് എന്റെ നാഥനെ ഒറ്റുകൊടുക്ക. വായിക്കാം മക്കളെ, സക്കറിയ പ്രവചനം 11-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവിൻ. എന്റെ കൂലി തരുവിൻ. യേശുവിനെ ഒറ്റിക്കാണിച്ച കൂലി. അടുത്തത്, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അടുത്തത്, അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. എത്ര ക്ലിയർ. കരമുയർത്തി ഇന്ന് വചനം കേൾക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. യൂദ 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ വിൽക്കുമെന്ന് 480 സംവത്സരങ്ങൾക്ക് മുൻപിൽ ദൈവത്തിന്റെ നിയോഗത്താൽ സക്കറിയാവ് എഴുതി വെച്ചത്. മനസ്സുണ്ടെങ്കിൽ കൂലിത. യിരെമ്യാ പ്രവചനം എഴുതിയിട്ടുണ്ട്, കുശവന്റെ നില 30 വെള്ളിക്കാശിന് വേണ്ടി അവൻ വാങ്ങിക്കുവാനിടയായി തീർന്നില്ല. എത്ര ക്ലിയറായി കഴിഞ്ഞോ. എന്റെ നാഥന്റെ വരവിന്റെ 54 പ്രവചനങ്ങൾ സക്കറിയാവ് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാള് എഴുന്നേൽക്കുക, വെട്ടുക, ആടുകൾ ചിതറട്ടെ. മുഴുവൻ വാക്യം എഴുതാൻ എനിക്ക് സമയമില്ല, വായിക്കാൻ സമയമില്ല. സക്കറിയാവ് എഴുന്നേറ്റ് വാള് എഴുന്നേൽക്ക, ഇടയന്റെ മേൽ വെട്ടുവരട്ടെ, ആടുകൾ ചിതറട്ടെ. രക്തനിലത്തിന്റെ കൂലിയായി 30 വെള്ളിക്കാശിൽ യൂദ. എത്ര ക്ലിയർ. അങ്ങനെയെങ്കിൽ കാൽവറിയിലെ പരമയാഗം താൽക്കാലികമാണോ? യേശു ജനിക്കുമെന്ന് എന്താ ക്ലിയർ? മറിയയോട് അരുളപ്പാട് കൊടുത്തത് മുഴുവൻ പ്രവചനങ്ങളും നിവർത്തിയായി. ഇനി ഒരൊറ്റ പ്രവചനം മാത്രം, അപ്പനായ ദാവീദിന്റെ സിംഹാസനം. അതെന്ന് കിട്ടും? അതിനുവേണ്ടിയാ യേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടി എത്ര ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, ഞാൻ പറഞ്ഞല്ലോ, ദാവീദ് യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷെ അവൻ സങ്കീർത്തനം എഴുതി വെച്ചു. യെശയ്യാവ് ഇന്നേക്ക് BC 2700 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ നാഥനെ പറ്റിയുള്ള പ്രവചനങ്ങൾ എഴുതി വെച്ചു. കാൽവറി ക്രൂശീകരണം എങ്ങനെ? എല്ലാ ക്രൈസ്തവരും ഒന്ന് കാണണം. അനുഗ്രഹമല്ല, കടഭാരമല്ല, ശാന്തിയല്ല, രോഗശാന്തിയല്ല, വിടുതലല്ല. നിനക്ക് വേണ്ടി ആണിപ്പാടുകൾ ഒരു കരം, നിനക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ട വിലാപ്പുറ, അവന്റെ മേൽ 153 ആണികളുള്ള മുൾക്കിരീടം അടിച്ചിറക്കിയത്. മകനെ, മകളെ, നിനക്കും എനിക്കും കാൽവറിയിൽ നിന്ന് നിത്യരക്ഷ നേടുവാൻ വേണ്ടി എങ്ങനെ അവനെ, ഹല്ലേലൂയ. യഹൂദ പരീക്ഷകൾ 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. കയ്യാബാവിന്റെ, ഹന്നാസിന്റെ, ഹേരോദാവിന്റെ, പീലാത്തോസിന്റെ, പള്ളി പുരോഹിതന്മാരുടെ കോടതി മാറി മാറി വിളിച്ച ഒരുവൻ കാൽവറിയിലേക്ക് പരമയാഗമാകുന്നു. ബൈബിളിനകത്തുണ്ടോ കാൽവറിയിലെ പരമയാഗ? പുതിയ നിയമത്തിന് പിറകിൽ യെശയ്യാ പ്രവചനം 53:6-7 എന്റെ യേശു നിനക്ക് വേണ്ടി വഹിച്ച പങ്കപ്പാടുകൾ. ആ കാൽവറിയിലേക്ക് ഇന്ന് പകൽ ദൈവസഭ മടങ്ങി വരട്ടെ, ദൈവ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53:6-7 വാക്യങ്ങൾ വായിച്ചാട്ടെ. കാൽവറിയിലെ പങ്കപ്പാടുകൾ വായിക്കാം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം എല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയി. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. കഷ്ടം കണ്ടില്ലേ? നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി സഞ്ചരിച്ചു. അടുത്തത്, അവനോ, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു. 39 അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം. പഴയ നിയമത്തിൽ 39 പരശാപ രോഗങ്ങളുണ്ട്. അത് കണക്കുകൂട്ടിയ പുതിയ നിയമത്തിൽ പെരിട്ടോണിയസ് എന്ന ചാട്ടവാറിന്റെ അടികൊണ്ട് ആ 39 അടികൾ അവൻ കാൽവറിയിൽ ഏറ്റുവാങ്ങുന്നു. അതുകൊണ്ട് സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം. എത്ര ക്ലിയർ ആയിരിക്കുന്നു, എത്ര ക്ലിയർ ആയിരിക്കുന്നു. അതിന്റെ 6-7 വാക്യങ്ങൾ, ഒരു അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. തന്നെത്താൻ താഴ്ത്തി
രോമം കത്രിക്ക് തന്നെത്താൻ താഴ്ത്തി. അടുത്തത് വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. മക്കളെ, ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ് യെശയ്യാവ് എഴുതി വെച്ചിരിക്കുക യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. അടുത്തത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ തന്നെത്താൻ കാൽവരിയുടെ കൊലക്കളത്തിൽ താഴ്ത്തിക്കൊടുത്ത്. ഇതുപോലൊരു മരണം ലോകം കണ്ടിട്ടുണ്ടോ? 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് വായ് തുറക്കാതെ എനിക്കും നിനക്കും എന്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സാക്ഷാൽ നമ്മുടെ പെസഹ കുഞ്ഞാട് വറുക്കപ്പെട്ടു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ അവന്റെ ചെരുപ്പിന്റെ വാറ് പോലും അടിപ്പാൻ ഞാൻ യോഗ്യനല്ലെങ്കിൽ ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗമാകുമെന്ന് ഇന്നേക്ക് 2700 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ യെശയ്യാവ് 53 അധ്യായത്തിൽ എഴുതി വെച്ചെങ്കിൽ കുഞ്ഞാടിനെ പോലെ താഴ്ത്തിക്കൊടുത്ത് രോമം കത്തിരിക്കുന്നവരുടെ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തുകൊണ്ട് മരണത്തെ ആസ്വദിച്ച ഒരു യേശു ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്ത് വന്നിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്ത് വന്നിട്ടുണ്ടോ? നിന്റെ ചർച്ചിനകത്ത് വന്നിട്ടുണ്ടോ? മകനെ, മകളെ, മാനസാന്തരപ്പെട്ട് ഇന്ന് പകൽ കാൽവറിയിലേക്ക് മടങ്ങി വാ. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്ന രക്ഷാ ദിവസം. നിന്റെ പള്ളിക്കകത്തോ ലോക്കറ്റിനകത്തോ കുരിശാലകത്തോ കുരിയാനക്കകത്തോ ഇരിക്കുന്നവനല്ല. ഇന്ന് പകൽ പറയണ അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നുവെങ്കിൽ, അവന്റെ രക്തത്താൽ എനിക്ക് വിടുതൽ വന്നെങ്കിൽ, ഞാൻ ചെയ്ത പാപത്തിന്, എന്റെ കൈ ചെയ്ത പാപത്തിന്, എന്റെ കണ്ണ് ചെയ്ത പാപത്തിന്, ഞാൻ ചെയ്ത അകൃത്യത്തിന് അവൻ പരമയാഗമായെങ്കിൽ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്ത യേശുവിന്റെ രൂപവും ഭാവവും ഇന്ന് പകൽ നിങ്ങളിലേക്ക് വരട്ടെ. 54 പ്രവചനങ്ങളുടെ നിവർത്തിയായി യെശയ്യാവിന്റെ പ്രവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ജനിക്കുന്നതിന് 980 വർഷങ്ങൾക്ക് മുമ്പ് ആട്ടിടയെ കുടിലിൽ ജനിച്ചു വളർന്ന ആരാ? ആട്ടിടയെ കുടിലിൽ ജനിച്ചു വളർന്ന ദാവീദ് പറഞ്ഞു. സങ്കീർത്തനം 22:18 വാക്യം ദൈവദാസനെ ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 22:18 വാക്യം കാൽവറിയിലെ ക്രൂശീകരണത്തിനകത്ത് വായിക്കാം. സങ്കീർത്തനം 22:16 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നായ്ക്കൾ എന്നെ വളഞ്ഞു. അയ്യോ, ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എന്നെ പിടിച്ചു. അടുത്തത് വായിക്കാം. ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. യേശു അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. കണ്ടോ? കൈകളെയും കാലുകളെയും. ഇന്ന് പകൽ ആ കാൽവറിയിലേക്ക് മടങ്ങി വാ. 6 അടി സുന്ദരനായ എന്റെ യേശുവിന്റെ കൈകൾ ഒരു പടയാളി പച്ചപ്പയൻകരൽ കുരിശിനകത്തേക്ക് പിടിച്ചു കൊടുക്കുക. മറ്റേ പടയാളി അവന്റെ കൈ വലിച്ചു നീട്ടുന്നു. ഒരു സ്ക്രീനകത്ത് കട്ടനടിക്കുന്നത് പോലെ അവന്റെ കരങ്ങളിലേക്ക് കാരിരുമ്പാണി പതിക്കുവാനിടയായി തീർന്നു. യേശു ജനിക്കുന്നതിന് മുമ്പ് മശികൈക സങ്കീർത്തനം 22 അധ്യായത്തിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ കാലുകൾ എനിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടു. ഇതാ പ്രവചനത്തിന്റെ നിവർത്തി. യേശു ക്രിസ്തുവിനെ കുറിച്ച് 54 പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ ജനനം, അവന്റെ വശീകരണം, അവന്റെ സുവിശേഷീകരണം, യെരുശലേം ദേവാലയത്തിലേക്കുള്ള വരവ്, ഇതെല്ലാം അക്കമിട്ട് രേഖപ്പെടുത്തിയെങ്കിൽ, പള്ളിയിൽ പ്രഭാഷണം രേഖപ്പെടുത്തിയെങ്കിൽ, അവന്റെ കാൽവറി മരണം ശക്തമായി സങ്കീർത്തനത്തിനകത്ത് ദാവീദ് രേഖപ്പെടുത്തി. സങ്കീർത്തനം 22:16 ഒന്നുകൂടെ വായിച്ചാട്ടെ. ഒരിക്കൽ കൂടി ദൈവജനം മനസ്സിലാകട്ടെ. യേശു എന്തിന് കാൽവറിയിൽ പരമയാഗമായി? നാം ചെയ്ത പാപത്തിന്, നാം ചെയ്ത അകൃത്യത്തിന്, നാം ചെയ്ത ദോഷത്തിന് എന്റെ യേശു പിതാവിന് അവനെ തകർക്കുവാൻ ഇഷ്ടം തോന്നി. വായിക്കാം 22:16 ഒരിക്കൽ കൂടി. നായ്ക്കൾ എന്നെ വളഞ്ഞു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അടുത്തത് കണ്ടോ? എത്ര ക്ലിയർ ആയിട്ട് ദാവീദ് മശികൈക സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. അവന്റെ കരത്തിനകത്ത് കാരിരുമ്പാണി പെരിട്ടോണിയസിന്റെ ചാട്ടവാറ് കൊണ്ട് അടി മാത്രമല്ല, അത് മാത്രമല്ല 22:18 കൂടെ വായിച്ചാട്ടെ. ദൈവജനം വസ്ത്രം അവർ പകുത്തെടുത്തു. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ആരാലും കണ്ട് വിരൂപമാക്കപ്പെട്ട ക്രൂശീകരണത്തിനകത്ത് നിങ്ങൾ പുതിയ നിയമത്തിലേക്കോട്ട് വരുമ്പോൾ മത്തായിലും മർക്കോസിലും ലൂക്കോസിലും കാണാം. അവന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. പടയാളികൾ അവന്റെ അങ്കിക്കായി ചീട്ടിട്ടു. റോമാക്കാര് കുറച്ച് മര്യാദയുള്ളവരാ. യഹൂദനായിരിക്കും. ആരോ നുള്ളിപ്പറക്കി വസ്ത്രം ചീട്ടിട്ടു. ഊവേ ഊവേ ഊവേ. 22:16
22:18 ബാശാൻ കൂറ്റന്മാർ എന്നെ വളർന്നു, ക്ഷുദ്രന്മാരായ നായ്ക്കൾ പോലെ കൂടിയിരുന്നു, എന്റെ കൈകാലുകളിനകത്ത് കാരിൻപാണികൾ കൊണ്ട് തുളച്ചു, എന്റെ വസ്ത്രം എന്റെ അങ്കി പണത്തിന് വേണ്ടി ചീട്ടിട്ടെടുത്തു. തീർന്നില്ല, അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. സങ്കീർത്തനം 22:14 ഒന്ന് വായിച്ചാട്ടെ. വെള്ളം പോലെ തൂകിപ്പോകും. അയ്യോ, എന്റെ നാവ് വെള്ളം പോലെ തൂകിപ്പോകുന്നു. ആ കാൽവറിയിലേക്കൊന്ന് മടങ്ങി വാ, ആ കാൽവറിയിലേക്കൊന്ന് മടങ്ങി വാ. എന്റെ നാവ് വെള്ളം പോലെ തൂങ്ങിപ്പോകുന്നു. 22:14 അടുത്ത വാക്യം കൂടെ എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. കണ്ടോ, ഹൃദയം മെഴുകുപോലെ ആയി. എന്റെ ഹൃദയം മെഴുകുപോലെയായി. ഗതസമനയിൽ ചുംബന്, ഗബദായിൽ അവൻ തകർക്കപ്പെടുന്നു. ഗോൽഗോത്തായുടെ വെരിമാറിൽ എല്ലാ ക്രൂശീകരണത്തിന് റോമിന്റെ വിചാരണയാ പെരിട്ടോണിയസ് എന്ന ചാട്ടവാറിനെ കൊണ്ടുവരുവാൻ. ആ പെരിട്ടോണിയസ് എന്ന ചാട്ടവാറ് കൊണ്ട് അവിടത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സംഭവിക്കുന്ന നിർണായകമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? എത്ര ക്ലിയറായി. ആ ചാട്ടവാറിനകത്ത് 2 ഉണ്ടകളുണ്ട്, 2 കൊളുത്തുകളുണ്ട്. ഒന്ന് വാളച്ചൂണ്ടുമ്പോൾ ഒരു കൊളുത്ത്, ഒന്ന് ഈയക്കട്ടി ശരീരത്തിനകത്തേക്ക് പതിക്കുമ്പോൾ എന്റെ യേശുവിന്റെ ശരീരം ഉഴവു ചാല് പോലെ കീറി. അതാ പറഞ്ഞ, അയ്യോ എന്റെ അസ്ഥികളുടെ ബന്ധങ്ങളെല്ലാം വിട്ടുപോയി, എന്റെ ഹൃദയം മെഴുകുപോലെയായി തീർന്നു. അവർ കുടിപ്പാൻ ചോദിച്ചപ്പോൾ കയ്പ് കാടി കൊടുത്തെങ്കിൽ ഈ പ്രവചനങ്ങളെല്ലാം പുതിയ നിയമത്തിലല്ല. യേശു ജനിക്കുന്നതിന് 1000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ആട്ടിടയക്കുടലിൽ ഇശ്യായുടെ കുറ്റിയിൽ നിന്ന് ദാവീദ് മശിഹായുടെ സങ്കീർത്തനം എഴുതിയത് മുഴുവൻ കാൽവറിക്കകത്ത് നിവർത്തിയായെങ്കിൽ ഇന്ന് പകൽ പ്രസംഗം കേൾക്കുന്ന ദൈവമക്കളെ, പ്രവചനങ്ങൾ നിവർത്തിയാകും. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന പ്രവചനമാ. ദൈവത്തിന്റെ ആത്മാവ് അവരെ കൂട്ടിച്ചേർത്തത്. 1600 കൊല്ലം 400 എഴുത്തുകാർ യുദ്ധത്തിലും സമാധാനത്തിലും വേളകളിൽ 17 പഴയ നിയമ പ്രവചനങ്ങൾ വെളിപ്പാടുന്ന പുതിയ നിയമ പ്രവചനവും രേഖപ്പെടുത്തിയെങ്കിൽ മശിഹൈക സങ്കീർത്തനത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ സുവിശേഷത്തിൽ കണ്ടെങ്കിൽ താമസം വിന എന്റെ നാഥന്റെ കാലുകൾ കുത്തിയവന്റെ നിലവിളിക്ക് മുമ്പിൽ ഒലിവുമലയിൽ പകട്ടാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കണ്ടോ, തീർന്നില്ല. ദാനിയേൽ 9 അതിന്റെ 26 വാക്യം കണ്ടോ. ദാനിയേൽ 9 അതിന്റെ 26 വാക്യം ഒന്ന് വായിച്ചാട്ട് മക്കളെ. ദാനിയേൽ പ്രവചനം, അടുത്ത പ്രവചനം എത്ര കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരും ഇല്ലെന്ന് വരും. അവനാരുമില്ലെന്ന് പറയും. അവൻ ആരുമില്ല. കാൽവറിയുടെ കൊലക്കളത്തിൽ 7 മൊഴികൾ കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ദാനിയേലിന് എന്റെ യേശുവിനെ അറിയാമോ? അറിയത്തില്ല. പക്ഷേ ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്ത് ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ മുട്ടുമടക്കി കാലത്തിന്റെ അന്ത്യത്തിലേക്ക് യെരൂശലേമിന്റെ തിരിച്ചുവരവിന് വേണ്ടി മുട്ടുമടക്കി ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ, പ്രിയ പുരുഷനായ ദാനിയേൽ മുട്ടുമടക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാ. അതിന് മറുപടിയായി യെരൂശലേം മടങ്ങി വരുമ്പോൾ 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരുമില്ല. ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഭൂമിക്കും ആകാശത്തിന് നടുവിൽ ലോകത്തിന്റെ മധ്യപകുതിയിൽ കാൽവറി കുന്നിനകത്ത് 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി തീരും. ക്രൂശീകരണത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അതാണ് എന്റെ സ്പെസിഫിക്. ഒരു മശിഹയല്ല, അവൻ രാജത്വം പ്രാപിച്ചു വരുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു ധന്യനും ന്യായാധിപതിയുമായി മടങ്ങി വരുന്നത് ക്ലിയർ ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽ പ്രസംഗം കേൾക്കുന്ന ദൈവമക്കളെ ഒന്ന് വായിക്കാം. കാൽവറിയിൽ നടന്നതെന്ത്? ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39, 40, 41, 42, 43 വാക്യങ്ങൾ വളരെ ഗഹനത്തോടെ 23-ാം അധ്യായം 39, 40, 41, 42, 43 വാക്യങ്ങൾ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ പരമയാഗമാക്കി. അതിന് ഈ സമുദായ സഭകളെല്ലാം ഞായറാഴ്ച പറയുന്നയാ, വലത്തുഭാഗത്തെ കള്ളൻ. നമുക്ക് വലത്തുഭാഗത്തിനോട് വലിയ താല്പര്യ.
അതിന് എപ്പോഴും ഈ സമുദായ സഭകളും ബാക്കിയുള്ള പല ഉപദേശിമാരും പറയാറുണ്ട്, വലത്തെ ഭാഗത്തെ കള്ള യേശുവിനെ നോക്കിയെന്ന്. ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് വലത്തും ഇടത്തും ഒന്നുമില്ല. രണ്ട് കള്ളന്മാരുടെ നടുവിൽ യെരൂശലേം മുഴുവൻ കുത്തി തുറന്ന് ആൾക്കാരെ മൊട്ടിച്ച് പണം അടിച്ച രണ്ട് കള്ളന്മാരുടെ നടുവിൽ. വായിച്ചാട്ട് കുഞ്ഞെ. നീ ക്രിസ്തു അല്ലയോ? നീ കർത്താവല്ലേ? ഒരു കള്ളൻ ചോദിക്കുക. അടുത്തത്, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവരെ ദുഷിച്ചു. ക്രൂശിലും അവന് ദുഷീകരണ കിട്ടിയത്. ആദ്യം നീ ക്രൂശിൽ നിന്ന് താഴെ ഇറങ്ങ്. നീ എല്ലാവർക്കും അത്ഭുത രോഗശാന്തി കൊടുത്തതല്ലേ? കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതല്ലേ? ശതാധിപന്റെ വീട്ടിനകത്ത് ബാലകനെ വിടുവിച്ചതല്ലേ? നയിന്റെ പട്ടണത്തിനകത്ത് വിധവയുടെ കണ്ണുനീർ, ഇതെല്ലാം ടെലിവിഷനിൽ കൂടെ കണ്ടതാ. ബെഥസ്ദ കുളക്കടവിൽ കിടന്നവനെ നീ എഴുന്നേപ്പിച്ച് നടത്തിയതല്ലേ? പത്രോസിന്റെ വല നിറച്ചവനല്ലേ? നീ സാക്ഷാൽ മശിഹായല്ലേ? അതുകൊണ്ട് നീ ആദ്യം താഴെ ഇറങ്ങും. പരിഹാസം, കഷ്ടത നിന്ന പരിഹാസം ദൂഷികളല്ല, കാൽവറിയിൽ എന്റെ നാഥൻ ഏറ്റുവാങ്ങി. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഇതിനകത്ത് ഒരു പൊരുൾ ധരിക്കാൻ വേണ്ടിയാ. വായിച്ചാട്ടെ. മറ്റവനോ അവനെ ശാസിച്ചു. രണ്ട് കള്ളന്മാര് ഒരുത്തൻ യേശുവിന്റെ മുഖത്തേക്ക് ഒപ്പിക്കുമ്പോ അവന് നമ്പർ 1 സ്തോത്രം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയ കുഞ്ഞിന് മാനസാന്തരം ലഭിച്ചു. അപ്പൊ യവന്മാര് ജോയിന്റ് പാർട്ട്നേഴ്സ് ആയിരുന്നു എന്റെ ഇംഗ്ലീഷിൽ. എന്താ വെച്ചാൽ യവന്മാർ രണ്ടുപേരും ആയിരുന്നു ഈ ബാങ്ക് മോഷണം, ATM മോഷണം, അത് കഴിഞ്ഞിട്ട് നാട്ടുകാര് കൃഷി, വാഴക്കൊല, ഇതെല്ലാം മോട്ടിക്കുന്നത്. അതുകൊണ്ട് മറ്റവനെ ശാസിച്ചിട്ട് പറഞ്ഞടാ അടുത്ത കാര്യം കേൾക്കണം. അടുത്തത് സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നീ നമ്മളെ എല്ലാം തൂക്കാൻ വിധിച്ചിരിക്കുക. അവസാന നിമിഷം എങ്കിലും നീ ദൈവത്തെ ഒന്ന് ഭയപ്പെട്. അടുത്തത്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നമ്പർ 1 ലവാർമിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കണം. ഒരു കള്ളൻ എങ്ങനെ സ്വർഗത്തിൽ പോകണം? 1, അവൻ തെറ്റിനെ ഏറ്റു പറയണം. ഇതാ പർദീസ കയറാൻ പറ്റിയ അവസരം. ആര് പർദീസയിൽ എടുക്കപ്പെടും? സഭയാ മണവാട്ടി, യേശുക്രിസ്തുവും തിരുസഭയും. യേശുക്രിസ്തുവിന്റെ പ്രവചനം 54, തിരുസഭയ്ക്കുള്ള ദൂത. ഇന്ന് ഞാൻ വെളിപ്പാടിൽ കൂടെ തൊട്ടുവെച്ച് തുടങ്ങിയിരിക്കുന്നത്. ബാക്കി അടുത്ത ഭാഗം അടുത്ത ദിവസത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ 1, അവൻ തെറ്റേറ്റു പറഞ്ഞു, അഥവാ ന്യായമായും. അടുത്ത വാക്യം വായിച്ചാട്ട് ജോസഫ് ബ്രദറെ. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. നമുക്ക് ഇതിലും കൂടേണ്ടത് കിട്ടതാ. പക്ഷെ പീലാത്തോസ് കൈസർ എന്താ ചെയ്തെന്നറിയാൻ നമുക്ക് ഇച്ചിരി കുറച്ച് ഇളച്ചാ തന്നേക്കുന്നത്. നമ്മുടെ പ്രവർത്തിക്കനുസരിച്ചുള്ള ശിക്ഷയ്ക്ക് യോഗ്യൻ. ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെങ്കിൽ 1, അവൻ ചെയ്ത തെറ്റേറ്റു പറയണം. ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യൻ. അടുത്ത വാക്ക്, ഇതിന്റെ പേര്. അടുത്തത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഈ പാവപ്പെട്ട യേശുവോ ഒന്നും ചെയ്തിട്ടില്ല. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ കോടതി നിൽക്കുമ്പോ പീലാത്തോസിന്റെ ഭാര്യ ഒരു കത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് കൊടുത്തുവിട്ട്, അയ്യോ അച്ചായ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ യാതൊന്നും ചെയ്തിട്ടില്ല, യവനെതിരെ എന്തെങ്കിലും വിധി പുറപ്പെടുവിച്ചാൽ നമ്മുടെ തലമുറയ്ക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. സ്വോത്രം. അതുകൊണ്ടാ പീലാത്തോസ് പറഞ്ഞു, അയ്യോ ബറബാസിനെ വിട്ടുതരാം, യേശുവിനെ ക്രൂശിക്കാൻ. യഹൂദജനം പറഞ്ഞപ്പോ പറയാ, ഇപ്പൊ ഈ കോവിഡ് കാലത്ത് പെറ്റി കേസ് അടിക്കുന്നില്ല, യേശുവിന് വല്ലതും കൊടുത്തിട്ട് വിടാതെ. പക്ഷെ അവരെന്താ പറഞ്ഞ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. യഹൂദൻ നിലവിളിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് 2 കൂടുകൾ നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. 1, യെരൂശലേമിനെ മുഴുവൻ കുത്തി തുറന്ന ഒരുവനുണ്ട്, യേശുവിന്റെ കൂടെ കോടതിയിൽ നിന്ന് ബറബാസ്, ആന്റി ക്രൈസ്റ്റിന്റെ നിഴൽ. മറ്റൊന്നത് സാക്ഷാൽ പെസഹ കുഞ്ഞാട്. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഒന്നും നിട്ടില്ല. പച്ച പൈൻമരത്തിന്റെ കുരിശ് ഹല്ലേലൂയ ഗോൽഗോത്തായിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗദസമനയിൽ പിടിക്കപ്പെട്ട് ഗബതയിൽ തകർക്കപ്പെട്ട് വേച്ച് നടന്നു പോകുന്ന യാത്രയ്ക്കകത്ത് കുറേനക്കാരനായ ശീമോനെ വിളിച്ചു കൊണ്ടുവന്ന് അവന്റെ തോള് ചുമന്നുണ്ട് എന്റെ നാഥന്റെ തോളിനകത്തെ കുരിശ് കൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ കൊണ്ടുവരുമ്പോൾ 2 ദുഷ്ടന്മാരുടെ നടുവിൽ എന്റെ നാഥൻ പരമയാഗമാകുമ്പോൾ സമശിക്ഷാവിധി ഏറ്റെടുക്കുന്ന 2 കള്ളന്മാർ അവിടെ കിടപ്പുണ്ട്. അതിൽ ഒരുത്തൻ യേശുവിനെ ദുഷ്ടലാക്കോട് പറഞ്ഞു, നീ ക്രിസ്തുവെങ്കിൽ ആദ്യം ക്രൂശിൽ നിന്നിറങ്ങ്. ഓ തീർന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെയും കൂടെ ഇറക്കി തരാൻ പറഞ്ഞു. അപ്പോൾ മറ്റൊരുവൻ സ്വർഗത്തിലെത്തണമെങ്കിൽ, നിത്യതയുടെ അനന്ത നിത്യതയുടെ കവാടങ്ങളിലേക്ക് നീ കടക്കണമെങ്കിൽ, 1 നീ ന്യായമായി അപ്പച്ചന്റെ മുമ്പിൽ തെറ്റിനെ ഏറ്റുപറയണം. 2 നിന്റെ ശിക്ഷാവിധി യോഗ്യമെന്നറിഞ്ഞുകൊണ്ട് കർത്താവേ നീ തന്ന ശിക്ഷ ഞാൻ വിധിക്കാനും വാങ്ങിക്കാനും യോഗ്യനെന്ന് പറയണം. 3-മത്തതാ നിന്നെ നിത്യതയുടെ പർദീസ അടുപ്പിക്കുന്നത്. വായിക്കാൻ മക്കളെ. അടുത്ത കള്ളൻ എന്താ പറഞ്ഞെന്നറിയാമോ? വായിച്ചാട്ടെ. പിന്നെ അവൻ, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. യേശു രക്ഷകൻ മാത്രമല്ല, 1-ാം വരവിൽ അവൻ രക്ഷകനെങ്കിൽ 2-മത് വീണു പോയ ദാവീദിന്റെ കൂടാരത്തെ ഉയർത്തുവാൻ അവൻ രാജാവായിട്ട് വരും. അവൻ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ അടുത്തത് പറഞ്ഞോ, വീണ്ടും ഏറ്റു പറയാം, പാപിയായ. വായിച്ചാട്ടെ ജോസഫ് ബ്രദറെ. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയായ. വായിച്ചാട്ടെ.
എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ഒറ്റ പ്രാർത്ഥനയെ പറഞ്ഞോളൂ. ഇന്നത്തെ പെന്തിക്കോസുകാരനും CSI-കാരനും മർത്തോമാക്കാരനും യേശുവിനോട് പറയുന്നതോള്, എനിക്ക് വീട് കിട്ടണം, മക്കളെ കാനഡയിൽ വിടണം, എന്റെ കടഭാരം മാറ്റി തരണം, എന്റെ വില്ലേജിനകത്ത് കോവിഡ് വരരുത്, എനിക്ക് ഇന്നോവ കാറ് കിട്ടണമെന്നല്ല കള്ളൻ പറഞ്ഞത്. കാൽവറിയിലേക്ക് നോക്കി അനുതാപം പ്രാപിച്ച കള്ളന്റെ അകക്കണ്ണ് സ്വർഗത്തിലെ ദൈവം തുറന്നു. പറഞ്ഞതെന്താ? കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയായ എന്നെയും ഓർക്കണമേ. ഇന്ന് കണ്ടോ, ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് വലത്തു ഭാഗത്തെ കള്ളൻ. ഈ ബൈബിളിനകത്ത് വലത്തോ ഇടത്തോ എന്നല്ല, കള്ളന്മാരിൽ ഒരുവൻ. അതാ തിരുവചനത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്ത. കാൽവറിയുടെ കൊലക്കളത്തിനകത്ത് കാരിനും ബാണികൾ കൊണ്ട് പെരിട്ടോണിയസിന്റെ ചാട്ടവാറാൽ അടിച്ച് മുതുക് കീറിയ ഉടവ് ചാലുകൾ പോലെ വിണ്ട് എന്റെ അസ്ഥികൾ മുഴുവൻ തൂകുന്നു, ഹൃദയം വെന്തുരുകുന്നു, തീർന്നില്ല കുടിക്കുവാൻ കയ്പ് കാടി തന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ അകത്ത് വചനത്തിന്റെ പ്രകാശം ഇറങ്ങി വന്നു. ആ കാൽവറിയിലെ കള്ളം പറഞ്ഞത്, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ ഈ കാൽവറിയുടെ കുരിശിനകത്ത് കിടക്കേണ്ടവനല്ല, നീ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി മടങ്ങി ഒരു രാജാവായി വരുമ്പോൾ ഈ പാപിയായി എന്നെയും ഓർക്കണമേ. സ്തോത്രം. യേശുവിന്റെ മറുപടി എന്താ? യേശുവിന്റെ മറുപടി എന്താ? ഇത് 54 പ്രവചനങ്ങൾ, മശിഹൈക പ്രവചനങ്ങൾ. വായിക്കാൻ മോനെ അടുത്ത വാക്യം. യേശുവിന്റെ മറുപടി. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. എത്ര ക്ലിയർ, എത്ര ക്ലിയർ. യേശു പറഞ്ഞത്, ഞാൻ പോയി പുതിയ നിയമസഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നിന്നെ കൂട്ടാന്നല്ല, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. ആദിമകാലത്ത് സുവിശേഷം ഞാൻ പ്രസംഗിക്കുമ്പോൾ, വെളിപ്പാടിലേക്കൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് പല സ്ഥലത്തും ഞാൻ പ്രസംഗിക്കുമ്പോൾ പല ചേട്ടന്മാരും പല ചേച്ചിമാരും വന്ന് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റർ, ക്രൂശിലെ കള്ളൻ സ്നാനമേറ്റില്ല, അവൻ പർദീസയിൽ കയറിപ്പോയി. സംശയം, ന്യായം. പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് 2 മറുപടി പറയാറുണ്ട്. ക്രൂശിലെ കള്ളന് താഴെ ഇറങ്ങാൻ ഒരു അവസരം കിട്ടിയിരുന്നേ അവൻ കലക്കവെള്ളത്തിൽ സ്നാനമേറ്റേനെ. സ്വോത്രം. അവനെ ആരും ഇറക്കാനില്ല. 3 കാര്യം അവൻ ഏറ്റു പറഞ്ഞു. 1, ഞാൻ തെറ്റ് ചെയ്തു. 2, ശിക്ഷയ്ക്ക് യോഗ്യൻ. 3, മരണകരമായ തെറ്റാന്റെ കയ്യിൽ നീ രാജാവായി മടങ്ങി വരുമ്പോൾ പാപിയ എന്നെ ഓർക്കണേ. ഇത്രയും ക്രൂശിനകത്ത് കിടന്ന് നമ്മളെ പോലുള്ള ഒരു നിലവിളിക്കൂ ഇല്ല. 1, അവൻ അനുതപിച്ചു, അവന്റെ തെറ്റേറ്റു പറഞ്ഞു, നീ രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണം. 2 സംഭവം, ക്രൂശിലെ കള്ളൻ പഴയ നിയമ വിശ്വാസിയ. പഴയ നിയമത്തിൽ സ്നാനമില്ല. അപ്പോസ്തല പ്രവൃത്തി 2 സ്നാനം തുടങ്ങുന്നത്. അടുത്ത മെസ്സേജിനകത്ത് നമ്മൾ പറയും. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ സ്നാനമില്ല, മാനസാന്തരപ്പെടുന്നവന് നിത്യതയുണ്ട്. ആ സംശയം അവിടെ തീർത്തരാം. അങ്ങനെയെങ്കിൽ ഈ ക്രൂശിലെ കള്ളൻ നിലവിളിക്കുമെന്ന് ദാവീദ് പാടിയിട്ടുണ്ടോ? ജോസഫ് ബ്രദറെ വാക്യം തന്നിട്ടുള്ള എടുത്താട്ട് സങ്കീർത്തനം 22 അതിന്റെ 24 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യവൻ നിലവിളിക്കുമെന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 22 വായിച്ചാട്ടെ. അതിന്റെ 24 വാക്യം. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. അരിഷ്ടനാരി കള്ളന്റെ പ്രാർത്ഥന അവൻ നിരസിച്ചില്ലെന്ന്. യേശു ജനിക്കുന്നതിന് മുമ്പ് 980 വർഷം ആട്ടിടയെ കുടിലിൽ കിടന്ന ദാവീദ് മശിഹൈക സങ്കീർത്തനം എഴുതിയപ്പോൾ ഈ കാൽവരിയിലെ കള്ളനെ കണ്ടിട്ടില്ല. ഇതാ പ്രവചനത്തിന്റെ പിൻപിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചതുമില്ല, വെറുത്തതുമില്ല. അടുത്തത്, തന്റെ മുഖം അവൻ മറച്ചതുമില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഈ അന്ത്യകാലത്തിന്റെ ദൂത് പറയുമ്പോഴും കാൽവറിയിലെ കള്ളം ചെയ്ത, സ്വോത്രം, കാൽവറിയിൽ കള്ളം ചെയ്ത ഈ പാപിയായ മനുഷ്യന്റെ മുഖം യേശുവിന്റെ മുഖത്തേക്ക് വന്നപ്പോൾ അവൻ മുഖം മറച്ചില്ല. അടുത്തത്, തന്നെ വായിച്ചാട്ടെ അടുത്ത വാക്യം കൂടെ. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ വിളി കേൾക്കുകയത്രേ ചെയ്തത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗം അവിടെയുണ്ട്. കാൽവറിയിലെ കള്ളൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഒരൊറ്റ കാര്യം ചെയ്തോള്. അരിഷ്ടന്റെ അരിഷ്ടത നീ മറച്ചില്ല. അവന്റെ മുഖം നിനക്ക് വേണ്ടി തിരിച്ചില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ നിനക്ക് ഉത്തരമരുളി. യേശു പറഞ്ഞു, കള്ളനോട് എന്താ പറഞ്ഞേ?
രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. യേശു പറഞ്ഞു 1000 ആണ്ട് വാഴ്ചയിലല്ല, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് നമ്മൾ ഒരാളെ സഭയെ ചേർക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ഡേറ്റ് ചോദിക്കും, മാനസാന്തരപ്പെട്ട ഡേറ്റ് ചോദിക്കും, കൗൺസിൽ പാസ്സാക്കണമെന്ന് പറയും, വെള്ള പേപ്പർ എഴുതി വെക്കണമെന്ന് പറയും. കോവിഡ് കാലത്ത് യേശുവിന്റെ അടുത്ത് ചോദിച്ചിരുന്നെന്നെ പറഞ്ഞാണ് നമ്മുടെ സഭക്കാർ പറഞ്ഞാണ്, കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ നരകത്തിലേക്ക് വിടാന്ന് പറഞ്ഞാണ്. സ്വോത്രം. പക്ഷെ എന്റെ യേശു പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. തെറ്റേറ്റ് പറഞ്ഞ് അനുദപിച്ച് നീ ഒരു രാജാവായി മടങ്ങി വരുമ്പോൾ അന്ന് ഓർത്താൽ ഇപ്പൊ ഓർക്കണ്ട, എനിക്ക് ശിക്ഷ, ഞാൻ താളെ കിടന്നോളാം പാതാളത്തിൽ. പക്ഷെ ബദ്ധന്മാരെ വിടുവിപ്പാൻ സദ്വർത്തമാനം കൊടുക്കുമ്പോൾ കാൽവറിയിലെ ക്രൂശീകരണം കഴിഞ്ഞ് അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് പാതാള സന്ദർശനം നടത്തിയപ്പോൾ ഈ കള്ളനെയും കൂട്ടിയെന്ന് പുറത്തെ ചരിത്രം എഴുതിയിട്ടുണ്ട്. യേശു പറഞ്ഞത് എന്റെ അപ്പന്റെ പേര് ചോദിച്ചില്ല, അമ്മയുടെ പേര് ചോദിച്ചില്ല, വീട്ടിന്റെ അഡ്രസ് ചോദിച്ചില്ല, കറുത്തവനോ വെളുത്തവനോ എന്ന് ചോദിച്ചില്ല, ബാങ്കിലെ ബാലൻസ് ചോദിച്ചില്ല, കോവിഡ് വാക്സിൻ എടുത്തോ എന്ന് ചോദിച്ചില്ല, എത്ര പ്രാവശ്യം കൺവെൻഷന് കരമുയർത്തിയോ എന്ന് ചോദിച്ചില്ല. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവ പൈതൽ പറയണ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വശികൈക സങ്കീർത്തനം ദാവീദ് എഴുതി, അരിഷ്ടന്റെ അരിഷ്ടത നീ മറന്നില്ല, അവന് വേണ്ടി നിന്റെ മുഖം തിരിച്ചില്ല, അവൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ ഉത്തരമരുളിയ മഹാദൈവ. ഇന്ന് പകൽ ലോകത്തിന്റെ മധ്യപകുതിയിൽ ജെറുസലേമിന്റെ പട്ടണത്തിനകത്ത് കാൽവറി മലയുടെ നടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഒരു കള്ളൻ അവന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ അവന് വേണ്ടി ഒരു പറുദീസ ഒരുക്കിയെങ്കിൽ നിന്റെ പഴയ പാരമ്പര്യം യേശുവിന് വേണ്ട, നിന്റെ പാപം ചെയ്ത വഴി യേശുവിന് വേണ്ട, നിന്റെ PhD യേശുവിന് വേണ്ട, നിന്റെ തെറ്റിന്റെ വഴി യേശുവിന് വേണ്ട. മശിഹായെ, ഞാൻ ഒരു പാപിയ, കഴിഞ്ഞ കാലത്തെ പാപം ഓർക്കരുത്, എനിക്ക് ലോകം ശിക്ഷ വിധിച്ചാൽ നിത്യതയുടെ കവാടത്തിൽ അങ്ങയുടെ നീണം എന്നെ കഴുകി രക്തത്താൽ എന്നെ പ്രവേശിപ്പിക്കണമെന്ന് ആരെങ്കിലും ഇന്ന് രാത്രിയും പകലും മീഡിയയിൽ കൈ ഉയർത്തി പറയാമെങ്കിൽ, പണ്ട് ദൂരസ്ഥനായിരുന്ന കർത്താവ് ഇന്ന് പകൽ നമുക്ക് സമീപസ്ഥനായി 1000 വിശുദ്ധന്മാരുമായി മേഘാരൂഢനായി എന്റെ യേശു വരാൻ കാലമായി. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 22:6-7 പ്രവചനം ദൈവത്തിങ്കൽ നിന്ന് വന്നു. ദൈവത്തിന്റെ നിയോഗത്താൽ പ്രവചനം വന്നു, കൽപ്പനയാൽ വന്നു. 2 കാര്യം പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അതിനകത്ത് 2ാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ എങ്ങനെ അടക്കപ്പെട്ടു? തൂക്കപ്പെട്ടത് മരണത്തിൽ, അവൻ ദുഷ്പ്രവർത്തിക്കാരോട്. അടുത്തത് ആരാ? എങ്ങനെ അവൻ അടക്കപ്പെട്ടു? വായിക്കുക യെശയ്യാ പ്രവചനം 53:9 വാക്യം. യെശയ്യാ പ്രവചനം 53:9. അവൻ എങ്ങനെ അടക്കപ്പെട്ടു? യെശയ്യാ പ്രവചനം 53:9 വാക്യം വായിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെ അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചെന്ന്. എത്ര ക്ലിയർ! യേശു ജനിക്കുന്നതിന് മുമ്പ് 700 വർഷം മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി വെച്ചതാ ഒരു ശവക്കുഴി, അഥവാ കാൽവറിയിലെ ക്രൂശീകരണം കാണിക്കുന്ന 2 ദുഷ്ടന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു. ആ ക്രൂശ് കഴിഞ്ഞ് അവന്റെ അടക്കം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വായിക്കാം ജോസഫുട്ടി. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. തൂക്കപ്പെട്ടത് കാൽവറിയിൽ, അവൻ അടക്കപ്പെട്ടത് സമ്പന്നന്മാരുടെ കല്ലറയിൽ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ദൈവജന പ്രാർത്ഥനയോടെ ഇരിക്കണം. എന്താ? യേശുക്രിസ്തുവിന് കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. പത്രോസും അന്ത്രയോസും ശീമോനും ഒക്കെ പരസ്യ ശിഷ്യന്മാർ. എന്നാൽ രഹസ്യത്തിൽ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒന്ന് അരിമത്യക്കാരനായ യോസഫ് ഒരു മന്ത്രിയായിരുന്നു. ആഭ്യന്തരമന്ത്രിയോ വാണിജ്യ വകുപ്പോ വനം വകുപ്പോ എന്നറിയത്തില്ല, അവനൊരു മന്ത്രിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രി പ്രൈവറ്റ് വിസിറ്റ് നടത്തുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന വേറൊരുത്തനുണ്ടായിരുന്നു, നിക്കോദിമോസ്. അപ്പോൾ ആരാ? അരിമത്യക്കാരനായ യോസഫ് റോമിന്റെ ഗവർണർ അടുത്ത് പറഞ്ഞു, ഇവൻ യഹൂദന, അടക്കം ഞങ്ങൾക്ക് തരണം. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ശവശരീരം അഴിച്ചെടുത്തു. എവിടെ അടക്കിയത്? നിക്കോദിമോസ് യോസഫും ഏറ്റുവാങ്ങി. ആരുടെ കല്ലറയിൽ അടക്കി? വഴിപോക്കന്റെ കല്ലറയിലടല അടക്കിയത്. റോമിന്റെ ഗവർണറുടെ കൂടെ ഇരിക്കുന്ന യഹൂദന്റെ മന്ത്രിയായ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അവൻ അടക്കപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ എത്ര കറക്റ്റ്! പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. ഈ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. യേശു ജനിക്കുന്നതിന് ഏകദേശം 700 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി വെച്ചു, അവന്റെ മരണത്തിന്റെ അടക്ക സമ്പന്നന്മാരുടെ കൂടെ. രഹസ്യ ശിഷ്യന്മാരായ ആടുകൾ
ചിതറി, ഇടയൻ വെട്ടേറ്റു. ആ സമയത്ത് അരിമത്ഥ്യക്കാരനായ യോസഫ്, രാത്രിയിൽ വന്ന പരീശനായ നിക്കോദിമോസ് അവന്റെ ശവശരീരം ഏറ്റുവാങ്ങി എവിടെ കൊണ്ടുപോയി അടക്കി? മന്ത്രിമാരുടെ കല്ലറയിൽ അവൻ അടക്കം ചെയ്തു. ചരിത്രത്തിന്റെ പുറത്ത് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, യേശുവിന്റെ ശരീരത്തിനകത്ത സുഗന്ധലേപനം ഇന്നത്തെ ഇന്ത്യൻ കണക്കനുസരിച്ചാൽ 1,67,000 രൂപയുടെ സുഗന്ധമാ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ തൈലലേപനം നടത്തിയത്. അതാ പറയാ, തൂക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ നടുവിലെങ്കിലും അവൻ അടക്കപ്പെട്ടത് സമ്പന്നന്മാരുടെ കല്ലറയിൽ. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രവചനത്തിന്റെ നിവർത്തി എത്ര ക്ലിയർ! 54 പ്രവചനങ്ങൾ മശിഹായെ പറ്റി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല, കന്യക ഗർഭം ധരിച്ച ഇമ്മാനുവേൽ, മറിയെ കൃപ വിളിച്ചവളെ നീ ഭാഗ്യവതി. തീർന്നില്ല, ഇമ്മാനുവേൽ പരിശുദ്ധാത്മാവ് കൂടെയിരിക്കുന്ന വലിയവനാകും അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. അവൻ ഗദസമനയിൽ പിടിക്കപ്പെടുമെന്ന്, അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറുമെന്ന്, അസ്ഥികൾ വിണ്ടുരുകുമെന്ന് ദാവീദ് മശിഹൈക സങ്കീർത്തനത്തിൽ പാടി. അരിഷ്ടതയോടെ നിലവിളിച്ച കള്ളന്റെ നിലവിളി എന്റെ യേശു കേട്ടെങ്കിൽ, അവൻ മുഖം മറയ്ക്കാതെ നിലവിളിച്ചവനെ അടുക്കൽ ചേർത്തെങ്കിൽ, ഈ പകലിൽ നമ്മുടെ വാനമേഘത്തിൽ ചേർക്കുവാൻ എന്റെ യേശുനാഥൻ വരാറായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇനിയുള്ള 2 കാര്യം മനസ്സിലാക്കണം. അതിനുവേണ്ടിയ സജു ചാത്തന്നൂർ ഇതുവഴി ഇങ്ങനെ വളഞ്ഞു വന്നത്. യേശുക്രിസ്തു കാൽവറിയിൽ അവന്റെ പ്രാണനെ വിട്ടു. ഏലി ഏലി ലമ്മ ശബത്താന്, വിശുദ്ധന്മാരുടെ ശരീരമെല്ലാം ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യഹൂദൻ ഒരു സംശയം, എന്താ ഇവൻ മരിച്ചിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഒരു പടയാളിയുടെ കയ്യിലേക്ക് പുറകിൽ നിന്ന സൈന്യാധിപൻ ഒരു കാര്യം ചെയ്തു, ഒരു കുന്തം എറിഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടി? അവന്റെ വിലാപ്പുറത്ത് കുത്തുവാൻ. ബൈബിളിനകത്തുണ്ടോ അവന്റെ വിലാപ്പുറത്ത് അവർ കുന്തം കൊണ്ട് കുത്തുക? വായിക്കാൻ 2 വാക്യങ്ങൾ കൂടി വായിച്ചിട്ട് ഈ പകൽ അവസാനിപ്പിക്കാൻ എടുത്തത്. പിന്നത്തെ യെശയ്യാ പ്രവചനം, ഇത് ലൂക്കോസിന്റെ യോഹന്നാൻ സുവിശേഷം 19:34 വായിച്ചാട്ടെ. അവന്റെ ശരീരത്തിലേക്ക് കുന്തമെറിഞ്ഞോ? വായിക്കാം, യോഹന്നാൻ 19:34. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ആ ചരിത്രം മനസ്സിലാക്കണം. യേശു മരിച്ചു, പ്രാണനെ വിട്ട് ഏലി ഏലി ലമ്മാ ശബത്താന് പിതാവിന്റെ കരങ്ങളിലേക്ക് യേശു സമർപ്പിച്ചു. നിവർത്തിയായി. സ്വോത്രം. എന്നിട്ട് യഹൂദന് സംശയം. പുറത്ത് നിന്നൊരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്ത് എറിഞ്ഞ് ആർക്കാ? പടയാളിയുടെ കൊടുത്ത് കുത്താൻ പറഞ്ഞ അവന്റെ വിലാപ്പുറത്ത്. ഇതൊരു വലിയ പൊരുളാ. യഹൂദൻ കുത്തിയവെങ്കിലേക്ക് നോക്കാൻ പോവാ. അടുത്ത വാക്യം വായിച്ചാട്ട് മോനെ. 19. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഏലി ഏലി ലമ്മാ ശബത്താനി. അവന്റെ ശരീരത്തിലെ രക്തമെല്ലാം പോയി. രക്തം കഴിഞ്ഞ ബ്ലോഡി കിട്ടുന്ന വാട്ടർ അതും പോയി. അപ്പൊ ഒരു സൈന്യാധിപൻ ഒരു കുന്തം, യഹൂദ പരീക്ഷകൾ സൈന്യാധിപൻ ഒരു കുന്തമെടുത്ത് ആരുടെ പള്ളക്കോട്ട് കുത്തി? യേശുവിന്റെ വിലാപ്പുറത്ത് ഒരു പടയാളിയെ കൊണ്ട് കുത്തിയപ്പോൾ മരണം സ്ഥിരീകരിക്കാൻ നോക്കിയപ്പോൾ അവൻ എപ്പോഴേ പ്രാണനെ വിട്ടു. അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞതുമില്ല. ചങ്കിനകത്തുനിന്ന് വെള്ളവും രക്തവും ഒഴുകി. ആ വിലാപ്പുറം ഒടുക്കത്തെ നാളിൽ യഹൂദൻ നോക്കും. അതിനായി 54 പ്രവചനം കറക്കി ഞാൻ കൊണ്ടുവന്ന് അവരെവിടത്തേക്ക് നോക്കും? അതേ വിലാപ്പുറത്ത് നോക്കും. അവസാനിപ്പിക്കാം. സക്കരിയ പ്രവചനം 12:10. ജോസഫ് കുട്ടി സക്കരിയ പ്രവചനം 12:10. ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഇസ്രായേലിന് ഭാരമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. സകല ജാതികൾ അതിനെതിരെ കൂടി വരും. അമേരിക്ക അവനെ വിട്ടുപോകും. ആര് സഹായിക്കാനില്ലാതെ വരുമ്പോൾ ഇതാ കാൽവറിയിലെ ക്രൂശീകരണവും യേശു ക്രിസ്തുവിന്റെ ഒലിവുമലയിലെ പ്രത്യക്ഷതയും. വായിക്കാം മോനെ. അവന്റെ അടുത്ത വാക്യം സക്കരിയ 12:10 വായിച്ചാട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഇതാ കോൺട്രവേഴ്സി. കർത്താവിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്ക്. എത്ര ക്ലിയർ ബൈബിൾ. യോഹന്നാൻ 19:34. ഒരു സൈന്യാധിപൻ പടയാളിയുടെ കയ്യിലേക്ക് ഒരു കുന്തമെറിഞ്ഞു കൊടുത്തപ്പോൾ, എന്റെ നാഥന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ പച്ചവെള്ളവും രക്തവും ഒഴുകിയെങ്കിൽ അതേ ഹല്ലേലൂയ നാഥന്റെ വിലാപ്പുറം നോക്കി യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം വരെ. ആമോസ് 4:12. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ
എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കുത്തിയവങ്കലേക്ക് നോക്കി വന്ന് അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട് ഒലിവുമല രണ്ടായി പിളര്. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിങ്കൽ 7 വർഷത്തിനകത്ത് യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി ജിഹാദ് എന്ന് പറയുന്ന വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി താഴ്വരയാകിയ ബെൻഹിനോനിനകത്ത് അല്ലെങ്കിൽ ഹർമഗദോനിനകത്ത് ഇസ്രായേൽ ജനത്തിന് നേരെ ലോകരാഷ്ട്രങ്ങൾ അഫ്ഗാനും താലിബാന് സകല സൈന്യങ്ങളും ഇളകി വരുമ്പോൾ 57 ഇസ്ലാമിക രാജ്യങ്ങൾ റഷ്യയും ചൈനയും വരുമ്പോൾ അവന്റെ പടക്കൂട്ടം ഇസ്രായേലിനെ നോക്കുമ്പോൾ ഇസ്രായേൽ തകരാൻ തുടങ്ങുമ്പോൾ അവർ കൊത്തിയവങ്കലേക്ക് നോക്ക്. ആ കൊത്തിയവങ്കലേക്ക് നോക്കുമ്പോൾ അന്നാളിൽ അവന്റെ കാൽ സക്കരിയാവ് 14:1-2-3 ഒലിവുമലയിൽ ചവിട്ട് ഒലിവുമല രണ്ടായി പിളരുമെങ്കിൽ കൊത്തിയവങ്കലേക്ക് യഹൂദൻ നോക്കുന്ന ഒരു കാലത്തിലേക്ക് വരുമ്പോൾ ഈ കോവിഡിന്റെ എൻഡിൽ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിനെതിരെ സഖ്യകക്ഷികൾ മാറുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിഴക്കന്റെ സൈന്യം ഹർമഗദോൻ വഴി കടക്കുമ്പോൾ യൂഫ്രട്ടീസ് വഴിയൊരുക്കുമ്പോൾ യഹൂദന്റെ നിലവിളി ഉയരാൻ കാലമായി. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ മാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്ക്. അതിനെ തൊടുന്നവർ സകലരും കഠിനമായി മുറിവേൽക്കപ്പെടുമെങ്കിൽ യഹൂദന് നേരെ ഒരു ആക്രമണം ശക്തമായി സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന 3rd വേൾഡ് വാർ കഴിഞ്ഞാൽ ഹർമഗദോൻ യുദ്ധത്തിനകത്ത് രക്ഷയ്ക്ക് വേണ്ടി അവർ കുത്തിയവങ്കലേക്ക് നോക്കും. ഇതാ പ്രവചനത്തിന്റെ നിവർത്തി. യേശു ഒലിവുമലയിലേക്ക് മടങ്ങി വരും. സക്കറിയാവ് എഴുതിയിട്ടുണ്ട്, യഹൂദ ജനത്തിനോട് അവൻ വാസം ചെയ്യും. മറിയയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇന്ന് വരെ ദാവീദിന്റെ സിംഹാസനം എന്റെ യേശുവിന് ലഭിച്ചില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, രാജാക്കന്മാരുടെ രാജാവായി അവൻ മെരുങ്ങി വരുമ്പോൾ ദാനിയേൽ പ്രവാചനം എഴുതിയ യഹൂദ രാജാവായ യഹോവയാക്കീമിന്റെ കാലത്ത് ബാബേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയ യഹൂദന്റെ സാമ്രാജ്യം ഇനി ഒരു രാജാവ് നീതിയോടെ വാഴുന്നെങ്കിൽ ഒലിവുമലയുടെ നെറുകയിൽ യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി എന്റെ നാഥൻ വെളിപ്പെടുമ്പോൾ സാക്ഷാൽ തന്റെ ജനത്തെ കൂട്ടി 1000 ആണ്ട് ഭരണത്തിലേക്ക് അവൻ വരാൻ പോകുന്നു. പ്രവചനങ്ങൾ നിവർത്തിയായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവനും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. കുത്തിത്തുളച്ച യഹൂദനും കാണും. ഗോത്രങ്ങളും ഭാഷകളും നിലവിളിക്കും. അതിനു മുമ്പ് മണിനാഥം മധ്യാകാശത്തിൽ മുഴങ്ങും. കാൽവറിയിലെ തിരുതടത്താൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി. പ്രവചനങ്ങൾ നിവർത്തിയായി. യേശു തിരുസഭയെ ചേർക്കാൻ വരാറായി. 54 പ്രവചനങ്ങൾ മശിഹായെ പറ്റി നിറവേറിയെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 4 കാര്യങ്ങളൂടെ നിറവേറുമ്പോൾ എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. കാൽവറിയിലെ കള്ളനെ പോലെ ഇന്ന് പകൽ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. യേശുവേ, ഞാനൊരു പാപിയാ. യേശുവേ, ന്യായമായ ശിക്ഷ അനുഭവിക്കേണ്ടതാ. ഇപ്പോൾ ഞാൻ ശിക്ഷ അനുഭവിച്ചാലും ഒടുവിലെ തന്നെയായ വിധിയിൽ എന്നെ അങ്ങയുടെ പറുദീസയിൽ ഒന്ന് ചേർക്കണമേ. ആർക്കിന്ന് രാത്രി കൈ ഉയർത്താൻ പറ്റും? എനിവെയർ സ്റ്റേയിങ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ആൾസോ ഗൾഫ് സ്റ്റേറ്റ്സ്, മേ ബി നോർത്ത് ഇന്ത്യ, ഇൻ കേരള or UK, USA, anywhere, brother, sister, this is the time. The Holy Spirit is come to your room. Otherwise the Holy Spirit is come to your vehicle. ഇന്ന് പകൽ നിന്റെ റൂമിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കാൽവറിയിലെ കള്ളനെ പോലെ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ കരമുയർത്തി കർത്താവിനോടൊന്ന് പറയണം, ഞാൻ പാപിയാ കർത്താവേ, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. ഒരു കള്ളന് വേണ്ടി ആ മുഖം കാണിച്ച് അവനെ പറുദീസയിലിരുത്തിയ കർത്താവ് എന്നെ ഒന്ന് പറുദീസയിലിരിക്കണം. കണ്ണുകൾ അടയട്ടെ. സ്വർഗ്ഗസ്ഥനായ പ്രിയ പിതാവേ, 54 പ്രവചനങ്ങൾ ഞങ്ങളുടെ മുൻപിൽ മശിഹായെ പറ്റി നിറവേറിയെങ്കിൽ കാൽവറിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അവന്റെ ശരീരം തകർക്കപ്പെട്ടു. അവന്റെ താടിരോമങ്ങൾ പരിച്ചെറിഞ്ഞു. ഒരു കുഞ്ഞാടിന് രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെത്താൻ കാട്ടിക്കൊടുത്തു. അവന്റെ കൈയുടെ പത്തികളിനകത്ത് കാരിരുമ്പാണികൾ അടിച്ചിറക്കി. അവന്റെ കൈകാലുകളിൽ ഇരുമ്പാണികൾ അടിച്ചിറക്കി. പെരിട്ടോണിയസിന്റെ ചാട്ടവാറെല്ലാം അവന്റെ ശരീരത്തിനകത്ത് ഈയക്കട്ട പോലെയും വാളച്ചൂണ്ട പോലെയും കർത്താവെ ഒഴുകിയിറങ്ങി രക്തം വെള്ളമായി മാറി. ഒടുവിലത്തിൽ സൈന്യാധിപന്റെ കുന്തം അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് ചോരയും വെള്ളവും രക്തം ഒഴുകുക. ആ ചങ്കിലേക്ക് യഹൂദൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് ലോകം വരുമ്പോൾ, അന്ത്യകാലത്തിന്റെ സംഭവങ്ങൾ ഞങ്ങളുടെ മുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും ഇന്ന് പകൽ ആ മുഖത്തേക്ക് നോക്കുന്നത്. കൈവിടരുതേ,
ഉപേക്ഷിക്കരുതേ. എല്ലാ കുഞ്ഞുങ്ങളും ചേർന്ന് എന്റെ യേശുവേ, നീ രാജാവായി മധ്യാകാശത്തിൽ വരുമ്പോൾ പാപിയായ എന്നെയും ഓർക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കറയുവാൻ അവന്റെ രക്തസകല പാപവും ശുദ്ധീകരിക്കുന്ന ആ പാപത്തിന്റെ കഴുകൽ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ലോകരാജ്യങ്ങളിൽ ബ്രോഡ്കാസ്റ്റിംഗിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എന്റെ ദൈവത്താൽ മാനിക്കപ്പെടണം. യേശുവിന്റെ വരവിന് മുൻപ് 84 പ്രവചനങ്ങൾ, മശികൈക സങ്കീർത്തനങ്ങൾ, യെശയ്യാവും ഇരമ്യാവും കണ്ടുകൊണ്ട് ദാനിയേലും മീക്കായും സക്കരിയാവും കണ്ട കുഞ്ഞുങ്ങൾ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് നിത്യജീവന്റെ വീട്ടിലേക്ക് പ്രതിഫലത്തിന് വേണ്ടി കടക്കുന്ന ദിനങ്ങളായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കൂട്ടായ്മയുടെ ദൈവം കരുണ കാണിക്കുക. ആയിരങ്ങൾക്ക് പ്രയോജനമുള്ളതായി കാൽവരിയുടെ സന്ദേശം പല ജീവിതങ്ങളെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ മുഖാന്തരമാകണം. തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കും. സമാധാനത്തിന്റെ ദൈവം ഈ കേട്ട മക്കളെല്ലാം അനുഗ്രഹിക്കുക. ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കൂട്ടായ്മകളും ഞങ്ങളുടെ മിഷനുകളുമെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. അടുത്ത ഭാഗം യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 4ാമത്തെ സംഭവം നാളെ നാഴിക. അത് കഴിഞ്ഞിട്ട് രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് നിത്യതയിൽ വാസമൊരുക്കും. 4 ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ എന്റെ യേശുവും മടങ്ങി വരും. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളെയും ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം കാക്കുമാറാകട്ടെ. താങ്ക് യു.